عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبد الله ورسوله صلى الله عليه وعلى آله وأصحابه. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. പ്രിയപ്പെട്ട സഹോദരന്മാരെ, സഹോദരിമാരെ, നാം എല്ലാവരും സ്നേഹിക്കുന്ന, നമ്മെ സ്നേഹിക്കുന്ന ഒരു അതിഥി നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് എന്ന് വെക്കുക. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആദരണീയനായ ഒരു വ്യക്തി ഒരു വർഷത്തിൽ ഒരിക്കൽ നമ്മുടെ വീട്ടിലേക്ക് വരികയാണ് എന്ന് വെക്കുക. സങ്കല്പിച്ച് നോക്കുക, എത്രത്തോളം ഉണ്ടായിരിക്കും നമ്മുടെ മനസ്സിൽ ആ സമയത്തുള്ള സന്തോഷങ്ങൾ അലതല്ലുന്നത്, എത്രത്തോളമുള്ള ആവേശമുണ്ടാകും. ആ വ്യക്തിയെ ഒന്ന് കണ്ടുമുട്ടാൻ, എത്രയും പെട്ടെന്ന് നമ്മുടെ അടുത്തേക്ക് ആ അതിഥി ഒന്ന് വന്നു കിട്ടാൻ, എന്തൊക്കെ സേവനം ചെയ്യാൻ, ഏതൊക്കെ നിലക്ക് സ്വീകരിക്കാൻ, അതിനാദരിക്കാൻ നമ്മുടെ മനസ്സിൽ എത്രത്തോളം ചിന്തകളും താല്പര്യങ്ങളും ലക്ഷ്യങ്ങളും ആഗ്രഹങ്ങളും അലതല്ലിക്കൊണ്ടിരിക്കും. ഇതുപോലെയാണ് വർഷത്തിൽ ഒരിക്കൽ മുഅ്മിനീങ്ങളായ ആളുകളുടെ അടുത്തേക്ക് അള്ളാഹുവിൻ്റെ മഹത്തായ റഹ്മത്ത് കൊണ്ട്, നിഅമത്ത് കൊണ്ട്, ഫദ്ല് കൊണ്ട് റമദാൻ ഷരീഫ് വന്നു ചേരുന്നത്. നാം ശഅബാൻ മാസത്തിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലാണ്. എണ്ണപ്പെട്ട ദിനരാത്രങ്ങൾ, മണിക്കൂറുകൾ മാത്രമേ മുബാറക്കായ, നന്മകൾ അധികരിച്ച, വർദ്ധിച്ച, ബഹുമാന ആദരവുള്ള റമദാൻ ഷരീഫ് നമ്മളിലേക്ക് വരാൻ വളരെ എണ്ണപ്പെട്ട സമയങ്ങൾ മാത്രം, രാപ്പകലുകൾ മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏതൊരു മുഅ്മിനാണെങ്കിലും, സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും, ആ റമദാൻ ഷരീഫ് വന്നു കിട്ടാൻ അവർ എന്തെന്നില്ലാത്ത ആകാംക്ഷയോടെ, ആഗ്രഹത്തോടെ, പ്രതീക്ഷയോടെയായിരിക്കും അവരുടെ ഈ പറയുന്ന ദിവസങ്ങൾ കഴിച്ചുകൂട്ടുക. നമുക്കറിയാം, കഴിഞ്ഞ വർഷം റമദാനിൽ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന, നോമ്പനുഷ്ഠിച്ചിരുന്ന, രാത്രി നിസ്കരിച്ചിരുന്ന, ദാനധർമ്മങ്ങളിലും നോമ്പ് തുറപ്പിക്കലിലും മറ്റും പങ്കെടുത്തിരുന്ന സഹോദരന്മാർ, സഹോദരിമാർ പലരും ഇന്ന് അവർ നമ്മുടെ കൂടെയില്ല. അവർ ഈ ലോകത്തുള്ള അമലുകളും പ്രവർത്തനങ്ങളും അത് അവസാനിച്ച് മറ്റൊരു ലോകത്താണ് അവർ കഴിച്ചുകൂട്ടുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരലോകം വിജയപ്രദമാക്കി തീർക്കുമാറാവട്ടെ. ഈ പറയുന്ന റമദാൻ കയ്യെത്താ ദൂരത്താണ് എന്ന് പറഞ്ഞ് പ്രതീക്ഷിച്ച് കാത്തുകൊണ്ടിരിക്കുന്ന നമ്മൾ, ഒരു പക്ഷേ ആ റമദാൻ നമ്മളിലേക്ക് എത്തിച്ചേരുമോ, അതിൻ്റെ മുമ്പ് നമ്മൾ ഈ ലോകത്തിൽ നിന്ന് വിട പറയുമോ, നമുക്കാർക്കും അറിയുകയില്ല. മുഅ്മിനീങ്ങളായ ആളുകൾ സ്വാഭാവികമായിട്ടും അതുകൊണ്ട് തന്നെ എന്തെന്നില്ലാത്ത ബഹുമാനാദരവോടെ, പ്രതീക്ഷയോടെ, ആകാംക്ഷയോടെ ഈ അതിഥിയെ കാത്തുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായിട്ടും അവർക്ക് ഈ അതിഥിയെ ഇങ്ങനെ സന്തോഷത്തോടുകൂടെ കാത്തു നിൽക്കാൻ അതിന് വകുപ്പുണ്ട് താനും. അത് അർഹതപ്പെട്ട ഒരു അതിഥി തന്നെയാണ്. അള്ളാഹുവിൻ്റെ മഹത്തായ നിഅമത്തുകൾ, അവൻ്റെ ഫദ്ലുകൾ ഏത് നിലക്ക് അടിമകളായ നമ്മളിലേക്ക് വരുന്നുണ്ടെങ്കിലും അതുകൊണ്ട് സന്തോഷിക്കാൻ അള്ളാഹു അടിമകളായ നമ്മെ പ്രേരിപ്പിച്ചത് നമുക്ക് കാണാൻ കഴിയും. ഖുൽ ബിഫദ്ലില്ലാഹി വബിറഹ്മതിഹി ഫബിദാലിക ഫൽയഫ്റഹു. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കൊണ്ടും ഫദ്ല് കൊണ്ടും ആളുകൾ സന്തോഷിച്ചു കൊള്ളട്ടെ. ദീനിലും ദുനിയാവിലുമുള്ള അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങൾ, അനുഗ്രഹങ്ങൾ, ഫദ്ലുകൾ, കാരുണ്യവും റഹ്മത്തുകളും നമുക്ക് വരുമ്പോൾ അതുകൊണ്ട് സന്തോഷിക്കാൻ നമുക്ക് വകുപ്പുണ്ട്, വകയുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് അനുവാദം നൽകിയതാണ്. വദാലിക ഖൈറുഹു വ ഖൈറും മിമ്മാ യജ്മഊൻ. അവർ ദുനിയാവിൽ വാരിക്കൂട്ടി ഒരുമിച്ച് കൂട്ടുന്ന ഭൗതികമായ മറ്റ് പലതിനേക്കാളും അള്ളാഹുവിൻ്റെ ഈ ഫദ്ലും റഹ്മത്തും ദീനിലും ദുനിയാവിലുമുള്ള, പ്രത്യേകിച്ച് ദീനിലുള്ള ഈ അവസരങ്ങൾ, അനുഗ്രഹങ്ങൾ, അതിൽ സന്തോഷിക്കാൻ നമുക്ക് വകയുള്ളതാണ്, വകുപ്പുള്ളതാണ്.
അള്ളാഹു അതിന് നമ്മെ പ്രേരിപ്പിച്ചതാണ് താൻ. എന്തുകൊണ്ടാണ് മുഅ്മിനീങ്ങൾ ഈ റമദാനു ശരീഫിൽ ഇത്രത്തോളം അവർ സന്തോഷിക്കാനും ആകാംക്ഷയോടെ കാത്തിരിക്കാനും പ്രതീക്ഷിക്കാനും കാരണം എന്താ? അതിന് കാരണം ലികൗനിഹി ആളമ ശുഹൂരി ഇൻദല്ലാഹ്, അള്ളാഹുവിന്റെ അടുക്കലുള്ള മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും പവിത്രമായ ആദരണീയമായ മാസമാണ് റമദാനു ശരീഫ്. എന്തുകൊണ്ട് മിൻ ഹൈസു മുളാഅഫത്തിൽ ഹസനാത്ത്, സൽക്കർമ്മങ്ങൾ ഏത് നിലക്കുള്ള സൽക്കർമ്മങ്ങൾ, നിർബന്ധമായതാണെങ്കിലും ഐച്ഛികമായതാണെങ്കിലും, നോമ്പാണെങ്കിലും നിസ്കാരമാണെങ്കിലും ഖുർആൻ പാരായണമാണെങ്കിലും ദാനധർമ്മമാണെങ്കിലും മറ്റുള്ള ഏത് സൽക്കർമ്മങ്ങളാണെങ്കിലും അത് ഈ പറയുന്ന മാസത്തിൽ ഒരാൾ നിർവഹിക്കുമ്പോൾ അതിൻ്റെ പ്രതിഫലങ്ങൾ ഇരട്ടിയായിട്ട് അള്ളാഹു നൽകാമെന്ന് വാഗ്ദാനമുണ്ട്. അതിൻ്റെ പ്രതിഫലങ്ങൾ മറ്റുള്ള സമയത്തും കാലങ്ങളിലും ചെയ്യുന്നതിലേറെ അതിൻ്റെ എണ്ണവും കണക്കുമില്ലാത്ത നിലക്ക് അതിന് പ്രതിഫലങ്ങൾ നൽകാമെന്ന് അള്ളാഹുവിൻ്റെ വാഗ്ദാനമുണ്ട്. അതേപോലെ തന്നെ ധാരാളം പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകാമെന്ന് അവൻ്റെ അടിമകളോട് വാഗ്ദാനം ചെയ്യുന്നു. നരകം അനിവാര്യമായി ജീവിക്കുന്ന ഒരുപാട് അടിമകളെ ഈ റമളാനിന്റെ ഓരോ രാത്രിയിലും അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവരായിട്ട് പ്രഖ്യാപിക്കും. സുബ്ഹാനല്ലാഹ്. നരകം അനിവാര്യമായ ആളുകളാണ്. ഇന്ന വ്യക്തി നരകത്തിലേക്കാണ് എന്ന് കണക്കാക്കപ്പെട്ടവരാണ്. ആ വ്യക്തികൾക്ക് സൽക്കർമ്മങ്ങൾ മുന്നേറാൻ വേണ്ടി നല്ല കാര്യങ്ങൾ ചെയ്ത് അള്ളാഹുവിൻ്റെ തൃപ്തിയും ആദരവും അള്ളാഹുവിൻ്റെ റഹ്മത്തും അവൻ്റെ മിന്നത്തും അവൻ്റെ ഫളലും അത് കരസ്ഥമാക്കി നരകത്തിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ടവരായിട്ട് അള്ളാഹു പ്രഖ്യാപിക്കും. വദാലിക കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രിയിലും. ആ പറയുന്നതിൽ നാം അകപ്പെട്ടു കഴിഞ്ഞാൽ നാം അതിൽപ്പെട്ട പിന്നീട് നരകത്തിൽ പ്രവേശിക്കുകയില്ല. അവൻ സ്വർഗത്തിൻ്റെ ആളാണ്. സുബ്ഹാനല്ലാഹ്. നിസ്സാര നിഅമത്തൊന്നുമല്ലത്. വളരെ 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 ബഹുമാന ആദരവുള്ള കാര്യങ്ങളാണ്. വഖ്തിസാസിഹി ബിലൈലത്തിൻ ഹിയ ഖൈറും മിൻ അൽഫി ശഹർ. ഈ മാസത്തിലൊരു രാത്രി അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചു വെച്ചതാണ്. ആ ഒരൊറ്റ രാത്രി മഗ്രിബ് മുതൽ ഫജ്ർ വരെയുള്ള സമയത്ത്, അതാ രാത്രി എന്ന് പറയും. സൂര്യൻ അസ്തമിച്ചോടെ മുതൽ ഫജ്ർ നിസ്കാരത്തിന്റെ സമയമാകുന്നത് വരെയുള്ള എണ്ണപ്പെട്ട മണിക്കൂറുകളിൽ ഒരാൾ സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് മുന്നേറിയാൽ എത്രത്തോളം ഇമാമിൻ്റെ കൂടെ ഖിയാമുൽ ലൈലിൽ അവൻ നിസ്കാരത്തിൽ ആരംഭിച്ച് ഇമാമ് സലാം വീട്ടുന്നത് വരെ അവൻ ആ നിസ്കാരത്തിൽ പങ്കെടുത്താൽ രാത്രി മുഴുവനും ഇബാദത്ത് ചെയ്തതായിട്ട് അവന് കണക്കാക്കപ്പെടുമെന്ന് ഹദീസുകളിൽ വന്നിട്ടുണ്ട്. അവന് അല്പസമയം ഉറങ്ങാം, വിശ്രമിക്കാം, അവൻ്റെ ശരീരത്തിനുള്ള ആശ്വാസം നൽകാം. അങ്ങനെ ആ രാത്രി സമയത്ത് ഇബാദത്തിലായിട്ട് ഒരാൾ മുന്നേറിയാൽ 1000 മാസത്തെ ഇബാദത്ത്, ലൈലത്തുൽ ഖദർ ഇല്ലാത്ത 1000 മാസത്തെ ഇബാദത്തിനിലേറെ ശ്രേഷ്ഠമാണ്. ഖൈറും മിൻ അൽഫി ശഹർ. 1000 മാസത്തിനിലേറെ ശ്രേഷ്ഠമാണ് എന്നാണ് ആയത്തിൽ കൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. 1000 മാസം എത്ര വർഷം? 83 ചില്ലാനും വർഷക്കാലം ഒരാൾ ഇബാദത്ത് ചെയ്തതുപോലെ ഒരൊറ്റ രാത്രി കുറഞ്ഞ മണിക്കൂറുകൾ ഇബാദത്ത് ചെയ്യുമ്പോൾ അള്ളാഹു അതിൽ നമുക്ക് വേണ്ടി നിഅമത്തുകൾ, ഔദാര്യങ്ങൾ, ആദരവുകൾ കണക്കാക്കപ്പെട്ട മാസമാണ്. അതുകൊണ്ട് തന്നെയാണ് മുഅ്മിനീങ്ങളായ ആളുകൾ ഈ മാസം വരാനും അത് വന്നാൽ അതിലെ ഇബാദത്തുമായി മുന്നേറാനും അവർ ആകാംക്ഷയോടെ ആഗ്രഹത്തോടു കൂടെ കഴിച്ചുകൂട്ടുന്നത്. അവർക്കുള്ള ഈ സന്തോഷം അത് തന്നെയാണ് താൻ. ചില ആളുകൾ എന്നാൽ ഈ മാസം വരുമ്പോൾ നല്ല നല്ല വിഭവസമൃദ്ധമായ ഭക്ഷണങ്ങൾ, നല്ല പാനീയങ്ങൾ, ഓരോരോ ദിവസം നെറ്റിലും യൂട്യൂബിലും കണ്ട് പുതിയ പുതിയ പരീക്ഷണങ്ങൾ അങ്ങനെ ആരെങ്കിലും മനസ്സിൽ വരുന്നുണ്ടെങ്കിൽ അവർക്കതുപോലെ ഒരുപാട് സമയം ഉറങ്ങാൻ, ഒരുപാട് സമയം മറ്റുള്ള എന്തെങ്കിലും തെറ്റായ കാര്യങ്ങളിലേക്ക്. അബ്ദുർ റസാഖ് അൽ ബദർ ഹഫിളഹുല്ലാഹ് ഒരിക്കൽ പറഞ്ഞു, റമളാനിന് മുസ്ലിമീങ്ങളുടെ ഇടയിൽ അവിടെ മനസ്സിൽ അതിനുള്ള ആദരവും ബഹുമാനും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ കൃത്യമായി മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റമളാൻ മാസത്തിലേക്ക് പ്രത്യേകമായ ചില സീരിയലുകളും ചില ആഘോഷങ്ങളും ചില മത്സരങ്ങളും ചില കാര്യങ്ങളും അവരുടെ ഇബാദത്തിനും ത്വാഅത്തിനും തടസ്സം നിൽക്കുന്ന നിലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ റമളാനു ശരീഫ് നമ്മൾക്ക് നൽകിയത്, ആ ലക്ഷ്യത്തിന് വിരുദ്ധമായ കാര്യങ്ങൾക്ക് പ്രേരിപ്പിക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് ആളുകളെ കൊണ്ടുപോകുന്ന നിലക്കുള്ള തെറ്റായ പല കാര്യങ്ങളും ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഈ റമളാൻ മാസത്തിൽ പ്രത്യേകമായിട്ട് അവർ സംവിധാനിച്ച് അവർ സാഹചര്യങ്ങൾ ഒരുക്കി വെക്കുകയാണ്. അങ്ങനെ ഈ പറയുന്ന അള്ളാഹു അതുകൊണ്ട് ഏതൊരു ഉദ്ദേശം ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ വേണ്ടി തീരുമാനിക്കപ്പെട്ടു, അതിൽ നിന്ന് ആളുകളെ വ്യതിചലിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആരെങ്കിലും മനസ്സിൽ റമളാൻ വരുന്നതിൽ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അത് ആ മനുഷ്യൻ്റെ അശ്രദ്ധയുടെ മേലറിയിക്കുന്ന കാര്യമാണ്. അവരുടെ ഈമാന് ബലഹീനമാണ്, അവരുടെ ഹൃദയത്തിൽ രോഗാതുരമാണ് എന്ന് മനസ്സിലാക്കുക. റമളാൻ വരുമ്പോൾ
അള്ളാഹു ഏതൊരു ഉദ്ദേശ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ ആ മഹത്തായ അവസരം നമുക്ക് നൽകുന്നത്, അതിന് വിരുദ്ധമായ കാര്യങ്ങൾക്ക് വേണ്ടി തയ്യാറെടുപ്പുകളും അതിനു വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങളും കാര്യങ്ങളും ഒരുക്കി അതിനാഗ്രഹിച്ചുകൊണ്ട് ആരെങ്കിലും നിൽക്കുന്നുണ്ടെങ്കിൽ അവരുടെ ഈമാന് ബലഹീനമാണ്, അവരുടെ അവരുടെ ഹൃദയങ്ങൾ രോഗാതുരമാണ്, അവർ അള്ളാഹുവിനെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും മരണത്തെക്കുറിച്ചും അശ്രദ്ധരായി ജീവിക്കുന്നവരാണ് എന്ന് നാം മനസ്സിലാക്കണം. അതല്ലാത്ത ഓരോ മുഅ്മിനീങ്ങളും ആ റമദാന് വരുമ്പോൾ ത്വാഅത്തുകളും സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും നിർബന്ധമായതും സുന്നത്തായതും കഴിവിൻ്റെ പരമാവധി വർദ്ധിപ്പിച്ചുകൊണ്ട് അതിൻ്റെ രാവുകളും പകലുകളും അല്ലാഹു സുബ്ഹാനഹു ഇഷ്ടപ്പെട്ട മാർഗത്തിൽ വിനിയോഗിച്ച് വലിയ സൽക്കർമ്മങ്ങളുടെ കൂമ്പാരങ്ങളും അതിൻ്റെ പ്രതിഫലങ്ങളും നേടാൻ വേണ്ടി കാത്ത് പ്രതീക്ഷയോടെ ഇരിക്കുന്നവർ. അതുകൊണ്ട് തന്നെ ഒരു വിഭാഗം ആളുകൾക്ക് ഈ റമദാൻ ഷരീഫ് വരുമ്പോൾ അവരുടെ ലക്ഷ്യമൊന്നാണ്, മറുഭാഗത്തുള്ള ആളുകൾക്ക് മറ്റു ലക്ഷ്യമായതുകൊണ്ട് ആളുകളുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ച് രണ്ട് വിഭാഗം ആളുകളെ നമുക്ക് കാണാൻ കഴിയും ഈ മാസത്തിൽ. രണ്ട് വിഭാഗം ആളുകൾ. ഒരു കൂട്ടർ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ അവരുടെ ഈമാൻ അത് മഹത്തായ ഈമാനാണ്. അവർക്ക് ഈ പറയുന്ന മാസം വന്നാൽ സൽക്കർമ്മങ്ങളും ത്വാഅത്തുകളും വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ അടുത്തുള്ള പ്രതിഫലങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയുള്ള ലക്ഷ്യങ്ങളാണ്, ഉദ്ദേശങ്ങളാണ്, താല്പര്യങ്ങളാണ്. അതിനനുസരിച്ച് അവരുടെ മനസ്സുകളെയും ശരീരങ്ങളെയും അവർ പാകപ്പെടുത്തിക്കൊണ്ട് കാത്തിരിക്കുകയാണ്. അങ്ങനത്തെ ആളുകൾ, യഥാർത്ഥ മുഅ്മിനീങ്ങൾ, അവരുടെ മനസ്സുകളോട് റമദാനു ഷരീഫ് വരാനടുത്താകുമ്പോൾ അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും, മന്ത്രിച്ചുകൊണ്ടേയിരിക്കും, അതിൻ്റെ പകലിൽ പൂർണ്ണമായി നോമ്പനുഷ്ഠിക്കണം എന്ന്. കഴിവിൻ്റെ പരമാവധി ആ മാസം പൂർണ്ണമായിട്ടും എനിക്ക് നോമ്പുകാരനായി അള്ളാഹു കൽപ്പിച്ച ആ ഇബാദത്ത് കൃത്യമായി പൂർണ്ണമായ നിലക്ക് നിർവഹിക്കണം. ഈമാനൻ വഹ്തിസാബൻ, അള്ളാഹു അവൻ്റെ അടിമകളായ നമുക്ക് നിർബന്ധമാക്കിയ മഹത്തായ ഒരു ഇബാദത്താണിത്, അള്ളാഹുവിൻ്റെ കൽപ്പനയാണിത്. അടിമകളാകുന്ന നമ്മൾ അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിക്കാൻ, അതിന് വിധേയപ്പെട്ട് ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. പൂർണ്ണമായ വിശ്വാസം, അതേപോലെ അതിന് അള്ളാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്ത പ്രതിഫലങ്ങൾ മോഹിച്ചുകൊണ്ട്, ആരോഗ്യത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയോ, അതല്ലെങ്കിൽ ശരീരത്തിലെ കൊഴുപ്പ് മാറിക്കിട്ടാനോ, അതല്ലെങ്കിൽ ഭൗതികമായ മറ്റ് എന്തെങ്കിലും ലക്ഷ്യങ്ങളോ, എല്ലാവരും ചെയ്യുന്നത് പോലെ ഞാനും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മോശക്കാരനാകുമെന്നുള്ള ചിന്തകളോ ഒന്നുമില്ലാതെ യഥാർത്ഥ വിശ്വാസത്തോടെ അല്ലാഹു സുബ്ഹാനഹു വതആല വാഗ്ദാനം ചെയ്ത പ്രതിഫലം മോഹിച്ചവരായി അതിൻ്റെ പകൽ സമയത്ത് നോമ്പനുഷ്ഠിക്കണം എന്നവരുടെ മനസ്സുകളോട് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. റമദാന് വന്നാൽ ഞാനതിന് തയ്യാറാണ്, പൂർണ്ണമായ തയ്യാറെടുപ്പ്. അതേപോലെ വബി ഖിയാമി ലൈലിഹി ഈമാനൻ വഹ്തിസാബൻ, റമദാനിൻ്റെ രാത്രി സമയത്ത് ഇമാമിൻ്റെ കൂടെ രാത്രി നിസ്കാരം, തറാവീഹ്, അതല്ലെങ്കിൽ ഖിയാമുൽ ലൈൽ, ആ പറയുന്ന നിസ്കാരം പൂർണ്ണമായിട്ട് ഇമാമിൻ്റെ കൂടെ ആരംഭിച്ച് ഇമാമ് സലാം വീട്ടുന്ന പിരിയുന്ന സമയത്ത് അവസാനിക്കുന്ന നിലക്ക് പൂർണ്ണമായി. ചില ആളുകൾ റമദാനിൻ്റെ തുടക്കത്തിലുള്ള കുറച്ച് ദിവസങ്ങളിൽ ആവേശത്തോടു കൂടെ വരും, പിന്നീട് അവരെ കാണൂല. ചില ആളുകൾ ഇമാമിൻ്റെ കൂടെ തക്ബീറത്തുൽ ഇഹ്റാമിൻ്റെ സമയത്തുണ്ടാകും, ഇമാമ് അവസാനം സലാം വീട്ടുന്ന സമയത്ത് ആ സഫൊക്കെ ഖാലിയായിരിക്കും. അങ്ങനെയല്ല, ഇമാം എപ്പോൾ ആരംഭിച്ചു, ഇമാം എപ്പോൾ അവസാനിപ്പിച്ചു, ആ നിലക്ക് ഈമാനൻ വഹ്തിസാബൻ, അതും തന്നെ ശരിയായ വിശ്വാസത്തോടുകൂടെ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം മോഹിച്ചുകൊണ്ട് ആ ഖിയാമുൽ ലൈൽ എനിക്ക് കൃത്യമായിട്ട് നിർവഹിക്കണം, ഈ മാസത്തിൽ പൂർണ്ണമായിട്ടും ആ പറയുന്ന ഇബാദത്തിൽ പങ്കെടുക്കണം എന്നവരെ മനസ്സുകളോട് മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. കാരണം അതിൻ്റെ പേരിലുള്ള പ്രതിഫലങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞത് അവർ പലപ്പോഴും കേട്ടതാണ്. മൻ സാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. റമളാൻ മാസം ഒരാൾ ശരിയായ വിശ്വാസത്തോടെ അള്ളാഹുവിൻ്റെ പ്രതിഫലം മോഹിച്ചുകൊണ്ട് അനുഷ്ഠിച്ചാൽ കഴിഞ്ഞു പോയ അവൻ്റെ പാപങ്ങളൊക്കെ അവന് പൊറുക്കപ്പെടും. നിസ്സാര കാര്യമല്ലല്ലോ, നിസ്സാര കാര്യമല്ല. വമൻ ഖാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഖിയാമുൽ ലൈലിന്റെ പ്രതിഫലം. വമൻ ഖാമ ലൈലത്തുൽ ഖദ്രി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ഹദീസുകൾ ധാരാളം വർഷാവർഷത്തിൽ നമ്മൾ കേൾക്കുന്നതാണ്. അപ്പം ഈ പറയുന്ന പ്രതിഫലങ്ങൾ ലഭിക്കും എന്നുള്ള പൂർണ്ണമായ വിശ്വാസം അള്ളാഹുവിൻ്റെ റസൂൽ വാഗ്ദാനം ചെയ്തതാണ്. എനിക്ക് ഈ പ്രതിഫലം ലഭിക്കണം, ഒരുപാട് പാപങ്ങളും തെറ്റുകളും വീഴ്ചകളും പറ്റിയ വ്യക്തിയാണ്, അത് പുറത്തു കിട്ടണം, നന്നാവണം, എന്നെ ഞാൻ ശുദ്ധീകരിക്കണം. ഈ ബോധത്തോടുകൂടെ ഈ ഇബാദത്ത് നിർവഹിക്കാൻ റമളാൻ വരുന്നതിൻ്റെ മുമ്പ് തന്നെ അവൻ്റെ മനസ്സിനോട് അവൻ മന്ത്രിച്ചുകൊണ്ടേയിരിക്കും. അതേപോലെ ഈ മുഅ്മിനീങ്ങൾ യുഹദ്ദിസൂന അൻഫുസഹും ബിൽ ഇസ്തിക്സാരി മിൻ ഖിറാഅത്തിൽ ഖുർആനി വതിലാവത്തിഹി ആനാ അൽ-ലൈലി വഅത്റാഫൻ നഹാർ. പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം. അവർ മുമ്പുള്ള സമയങ്ങളൊക്കെ പാരായണം ചെയ്യുന്നവരായിരിക്കും.
റമളാനിൽ പ്രത്യേകമായിട്ട് ആ ഖുർആനുമായി എനിക്കൊരു ബന്ധമുണ്ടാക്കണം. അവരുടെ മനസ്സിനോട് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. റമളാൻ വന്നാൽ പ്രത്യേകമായൊരു തയ്യാറെടുപ്പ്, നിരന്തരം അത് പാരായണം ചെയ്യാൻ, രാത്രിയുടെ ഭാഗങ്ങളിലും പകൽ സമയങ്ങളിലും. വെറും ഒരു പാരായണം ചെയ്യൽ ഓതൽ മാത്രമല്ല, മഅ തദബ്ബുരിൻ വതഫഹും, അർത്ഥം ചിന്തിച്ച് ഉറ്റാലോചിച്ചുകൊണ്ട് ആ പാരായണത്തിൽ കൂടെ ഈ മനുഷ്യന് അതിൻ്റെതായ യഥാർത്ഥ ഫലം ലഭിക്കും. അതല്ലാതെ മനസ്സ് വേറെ സ്ഥലത്താണ്, നമ്മുടെ കണ്ണ് ഖുർആനിലാണ്, മുസാഫിലാണ്, അങ്ങനെയുള്ളൊരു പാരായണമല്ല. അതിന് പ്രതിഫലം ലഭിക്കൂല എന്നല്ല. പക്ഷെ യഥാർത്ഥ പാരായണം എന്ന് പറയുന്നത് അർത്ഥം ആലോചിച്ച് ആശയങ്ങൾ മനസ്സിലാക്കി അതിൽ പറഞ്ഞ അധ്യാപനങ്ങൾ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെന്ന തയ്യാറെടുപ്പോടെ എൻ്റെ ജീവിതം ഈ ഖുർആൻ അനുസരിച്ചായിരിക്കണം. ഈ റമളാനിൽ എനിക്കൊരു മാറ്റം അത്യാവശ്യമാണ്. ചില ഭാഗങ്ങളിലൊക്കെ വീഴ്ചകളുണ്ട്, അതൊക്കെ ഒന്ന് തിരുത്തി എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തണം. അവരുടെ മനസ്സിനോട് അവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഈ പറഞ്ഞതും തന്നെ ചില ആളുകൾ റമളാനിൻ്റെ ഒന്നാമത്തെ, രണ്ടാമത്തെ, മൂന്നാമത്തെ ദിവസത്തിലൊക്കെ ആവേശത്തോടു കൂടെ കാണും. പിന്നീട് തിരക്കാകും, പിന്നീട് അത് പൂർത്തിയാക്കാൻ കഴിയാതെ അങ്ങനെയാവരുത്. തുടക്കത്തിലുള്ള ആവേശം അവസാനിക്കുന്നത് വരെ ഈ ഒരു മാസത്തിലെടുത്ത ആ ആവേശം അവൻ്റെ ജീവിതത്തിൽ ഉടനീളവും മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിലെ നോമ്പ് നിർബന്ധമാക്കിയ ആയത്ത് അവസാനിപ്പിക്കുന്നത് കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, തഖ്വയുള്ളവരായേക്കാം. കൃത്യമായി അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു തന്നതനുസരിച്ച് ആ റമളാൻ മാസം ഒരാൾ അള്ളാഹുവും അവൻ്റെ റസൂലും നമുക്ക് നിർദ്ദേശിച്ച ആ പൂർണ്ണമായ അവസ്ഥയിൽ നോമ്പനുഷ്ഠിച്ച് മുന്നോട്ട് പോയാൽ അവൻ നല്ല മുത്തഖിയാവാൻ സാധ്യതയുണ്ട് എന്ന്. അവൻ്റെ ശരീരത്തിലും മനസ്സിലും മാറ്റങ്ങൾ വരും, സ്വാഭാവികമായിട്ടും തഖ്വയുണ്ടാകും. അതേപോലെ നോമ്പിൻ്റെ ആയാത്തുകൾ സൂറത്തുൽ ബഖറയിൽ 2-ാമത്തെ ആയത്ത് ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ എന്ന് പറഞ്ഞ ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് വലഅല്ലക്കും തഷ്കുറൂൻ, നന്ദിയുള്ള അടിമകളാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അള്ളാഹുവിനോട് ശുക്ർ ചെയ്യാൻ റമളാൻ മാസം നമ്മൾ നോമ്പനുഷ്ഠിച്ചു, നിസ്കാരം നിർവഹിച്ചു, ഖുർആൻ കൃത്യമായി ഉറ്റാലോചിച്ച് ചിന്തിച്ച് മനസ്സിലാക്കി പാരായണം ചെയ്താൽ നന്ദിയുള്ള അടിമകളാകും നമ്മൾ. ശുക്റുള്ള അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്ന അടിമകളാകും. നേരെ മറിച്ച് ശുക്രില്ല എന്നുണ്ടെങ്കിൽ കുഫറുള്ള അടിമകളാകും, നന്ദി കെട്ടവരാകും. അതേപോലെ തന്നെ ഈ പറയുന്ന നോമ്പിന്റെ ആയാത്തുകളിൽ മൂന്നാമത് അല്ലാഹു പറഞ്ഞ ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത്തദ് ദാഇ എന്ന് പറഞ്ഞ ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് ലഅല്ലഹും യർഷുദൂൻ. നോമ്പ് കൃത്യമായി നിർവഹിച്ചു, നിർബന്ധമായ നിസ്കാരം മറ്റുള്ള ഇബാദത്തുകളും ഖുർആൻ ഭംഗിയായിട്ട് പാരായണം ചെയ്ത് അതിൻ്റെ അർത്ഥമാശയങ്ങൾ പഠിച്ച് മനസ്സിലാക്കി ജീവിച്ചു. അള്ളാഹുവിനോട് ആവശ്യമുള്ള ദീനിലും ദുന്യാവിലും അത്യാവശ്യമുള്ള കാര്യങ്ങൾ മുഴുവൻ നിരന്തരം സദാസമയത്തും അള്ളാഹുവിനോട് ദുആ ചെയ്ത് മുന്നോട്ട് പോയാൽ ഹിദായത്ത് ലഭിക്കും. റുഷ്ദുള്ള ആളുകളാകും. തൻ്റെടും കാര്യബോധവും പക്വതയും വിവേകവും അതൊക്കെ ലഭിച്ച അടിമകളാകും. മൂന്നാമത്തെ ആയത്ത് അവസാനിപ്പിക്കുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയാണ്, ലഅല്ലഹും യർഷുദൂൻ. അതേപോലെ മുഅ്മിനീങ്ങളായ ആളുകൾ അവരുടെ മനസ്സിനോട് മന്ത്രിക്കും, മിനൽ മുഹ്സിനീന അൽ മുതഇമീന, ആളുകൾക്ക് നന്മ ചെയ്യുന്ന, ഭക്ഷണം കൊടുക്കുന്ന, നോമ്പ് തുറപ്പിക്കുന്ന, അതേപോലെ തന്നെ പാവങ്ങളായ ആളുകളെ സഹായിക്കുന്ന, അത്യാവശ്യക്കാരായ ആളുകൾക്ക് മറ്റുള്ള സമയങ്ങളിലുള്ളതിലേറെ റമളാൻ ശരീഫിൽ പാവങ്ങളായ ആളുകൾക്ക് കൂടുതൽ ദാനധർമ്മം ചെയ്യാനും അവർക്ക് അല്ലാഹു നൽകിയ സമ്പത്തിൽ നിന്ന് നിർബന്ധമായ സക്കാത്തും കൃത്യമായി എത്രയുണ്ട് അതൊക്കെ അതിൻ്റെ കണക്കും കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നിർബന്ധമായ സക്കാത്തും, പിന്നെ അതേപോലെ തന്നെ അവസാനത്തിലുള്ള സക്കാത്തുൽ ഫിത്റും, ഭക്ഷണത്തിൻ്റെതായ അന്നദാനത്തിൻ്റെ ആ പറയുന്ന സക്കാത്തുൽ ഫിത്റും, നോമ്പ് തുറപ്പിക്കലും, ഇതൊന്നും അല്ലാത്ത നിലക്കുള്ള പാവങ്ങളായ ആളുകൾ അത്യാവശ്യക്കാരാണോ എന്ന് പരിശോധിച്ച് അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് രഹസ്യമായി പ്രത്യേകിച്ച് അള്ളാഹുവിൻ്റെ വജഹ് ഉദ്ദേശിച്ചുകൊണ്ട് ആളുകൾക്ക് ദാനധർമ്മം ചെയ്യാൻ വേണ്ടി റമളാനാകുമ്പോൾ പ്രത്യേകിച്ച് നമ്മളൊരു ക്ലാസ്സിന് പോയ സമയത്ത് ഒരു സഹോദരൻ പറഞ്ഞു, ഇവിടെ ഈ പെൺകുട്ടികളെ ഹോസ്റ്റലിന് വേണ്ടിയിട്ട് ഇപ്പോൾ അബു ആദിലൊരു സ്ഥലവും അതിൻ്റെ സൗകര്യങ്ങളും അതിൻ്റെ കാശും ഫണ്ടും സംഘടിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഒരു സഹോദരൻ പറഞ്ഞു, ഞാനൊരു സംഖ്യ അതിലേക്ക് വേണ്ടി സംഭാവന ചെയ്യുന്നു, റമളാനിൻ്റെ 1 or 2 വരുന്ന സമയത്ത് അത് നൽകാൻ ഞാൻ തയ്യാറാണ്, കാരണം കുറച്ചുകൂടി പ്രതിഫലം കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. അദ്ദേഹം ഇന്നൊരു മെസ്സേജ് വീണ്ടും അയച്ചിട്ടുണ്ട്, അത്യാവശ്യമാണെങ്കിൽ അത് കൊടുക്കാവുന്നു, അല്ല റമളാനിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി എനിക്ക് സന്തോഷം, അതാണ് ആ സമയത്താകുമ്പോൾ കൂടുതൽ അതിന് പ്രതിഫലം ലഭിക്കും എന്ന് പറഞ്ഞു. അപ്പം ഇതേപോലെ റമളാനാകുമ്പോൾ ദാനധർമ്മങ്ങൾ, നല്ല വഴികളിലേക്കുള്ള ദാനധർമ്മങ്ങൾക്ക് വേണ്ടി മുഅ്മിനീങ്ങളായ ആളുകൾ ആ മാസം വന്നാൽ എനിക്കത് ചെയ്യണം
അതിൽ മുന്നേറണം. അള്ളാഹു നൽകിയ സമ്പത്തിൻ്റെ അതിൻ്റേതായ ഹക്കുകൾ നൽകണമെന്ന് അവരുടെ മനസ്സുകളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അതിലവർക്ക് മാതൃകയാക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അള്ളാഹുവിൻ്റെ റസൂല് നന്മ കൊണ്ട് ഏറ്റവും വേഗത കാണിക്കുന്ന ആളായിരുന്നു. ചെയ്യണമെന്ന് ആഗ്രഹിച്ചു പിന്നീട് കുറച്ചു കഴിഞ്ഞാൽ മനസ്സ് മാറും. അങ്ങനെയല്ല, നന്മകൾ ഏതാണോ കഴിവിൻ്റെ പരമാവധി അതിലേക്ക് മുന്നേറുന്ന ആളായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഓരോ സമയത്ത് റമദാനാകുമ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വരികയും എല്ലാ രാത്രിയും പ്രവാചകന്റെ കൂടെ പരിശുദ്ധമായ ഖുർആന്റെ റിവിഷൻ, അതിൻ്റെ ഒരു പാരായണം, അതിൽ എന്തെങ്കിലും സംശയങ്ങളോ എന്തെങ്കിലും പ്രവാചകൻ അറിയേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ തിരുത്തി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ഈ ഒരവസ്ഥയുണ്ടായിരുന്നു എന്ന്. റമദാനിൻ്റെ എല്ലാ രാത്രിയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇറങ്ങി വന്നു. അപ്പം ഈ പറയുന്ന സമയത്ത് പ്രവാചകൻ നന്മയിൽ അഴിച്ചുവിടപ്പെട്ട വലിയൊരു കാറ്റിനിലേറെ വേഗതയിൽ നന്മയിൽ മുന്നേറുമായിരുന്നു. അടിച്ചു വീശുന്നൊരു കാറ്റിനിലേറെ വേഗതയിൽ നന്മയിൽ മുന്നേറുമായിരുന്നു. അപ്പം അതേപോലെ ആ പ്രവാചകനെ മാതൃകയാക്കി നന്മകളിൽ മുന്നേറാൻ വേണ്ടി മുഅ്മിനീങ്ങളായ ആളുകൾ അവരുടെ മനസ്സുകളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതൊക്കെ റമദാന് വരുന്നതിൻ്റെ മുമ്പുള്ള തയ്യാറെടുപ്പുകൾ. അതേപോലെ അവസാനത്തെ 10 എഴുത്തിക്കാഫിരിക്കും. അവസാനത്തെ 10 ആകെ 30 ദിവസം 29 ദിവസമേ ഉള്ളൂ. അതിൽ 10-20 ദിവസങ്ങൾ ആദ്യം കഴിഞ്ഞാൽ അവസാനത്തിലെ 10-9 ദിവസം അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽ പള്ളികളിൽ പോയി ഭൗതികമായ ചുറ്റുപാടുകളും കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ആ ദിവസം കിട്ടുന്നത് കഴിച്ച് ഉള്ള സൗകര്യം ഉപയോഗപ്പെടുത്തി. ഒരു വർഷത്തിൽ മറ്റുള്ള എല്ലാ സമയവും ദുന്യാവിലും മറ്റുള്ള ചുറ്റുപാടുകളിലും കടന്നു മറിയുമ്പോൾ അവൻ്റെ ശരീരം മനസ്സും പൂർണ്ണമായി അള്ളാഹുവിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു. ഇഅ്തികാഫ് പ്രവാചകന്റെ വഫാത്തിന്റെ ശേഷം അവിടുത്തെ ഭാര്യമാർ, നമ്മുടെ ഉമ്മമാർ, ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അത് നിർവഹിച്ചിരുന്നു. ഉമ്മഹാത്തുൽ മുഅ്മിനീൻ പള്ളിയിൽ ഇഅ്തികാഫിരുന്നിരുന്നു. ഖുറാഫികൾ പറയും പോലെ പള്ളിയിലേക്ക് സ്ത്രീകൾ കടക്കാനേ പാടില്ല, പോകാനേ പാടില്ല, സ്കരിക്കാനും പാടില്ല എന്നുള്ളത്. പ്രവാചകന്റെ വഫാത്തിന്റെ ശേഷം ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മദീനത്തെ പള്ളിയിൽ അവർ ഇഅ്തികാഫിരുന്നിരുന്നു. അവരെ മാതൃകയാക്കിക്കൊണ്ട് അവസാനത്തെ 10 ഇഅ്തികാഫിന് ഉള്ള തയ്യാറെടുപ്പുകൾ അത് എനിക്ക് നിർവഹിക്കണം. ആ ഒരു 9-10 ദിവസം ഇബാദത്തിൽ മാത്രമായി കഴിച്ചുകൂട്ടണം. അതിലുള്ള സൗകര്യങ്ങൾ ലഭിച്ചാലും അസൗകര്യങ്ങളാണെങ്കിലും ക്ഷമ അവലംബിച്ചുകൊണ്ട് ആ മഹത്തായ സമയങ്ങൾ, പ്രത്യേകിച്ച് ലൈലത്തുൽ ഖദറിനൊക്കെ സാധ്യതയുള്ള ദിനങ്ങൾ പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്തുകൊണ്ട് അള്ളാഹുവിൻ്റെ ദിക്റിലും അള്ളാഹുവിനോടുള്ള ശുക്റിലും ഇസ്തിഗ്ഫാറിലും അള്ളാഹുവിനോടുള്ള ദുആയിലുമായിക്കൊണ്ട് ആ ദിവസങ്ങൾ കഴിച്ചുകൂട്ടണം. മുഅ്മിനീങ്ങൾ അവരുടെ മനസ്സിനോട് പറഞ്ഞ് പാകപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. അതേപോലെ ഉംറ നിർവഹിക്കുന്ന കാര്യം കഴിയുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ റമദാൻ മാസം ഉംറ നിർവഹിക്കുക എന്ന് പറയുന്ന മഹത്തായ ശ്രേഷ്ഠതയുള്ള അമലാണ്. മക്കയിൽ പോയി ഉംറ നിർവഹിക്കുക എന്നുള്ളത്. ഉംറത്തുൻ ഫി റമദാന തഅദിലു ഹജ്ജത്തൻ. റമദാൻ മാസം ഒരു ഉംറ നിർവഹിക്കുക എന്ന് പറയുന്നത് ഒരു ഹജ്ജിനോട് കടപിടിക്കും. വേറെ റിവായത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പറഞ്ഞ് തഅദിലു ഹജ്ജത്തൻ മഈ. തഅദിലു ഹജ്ജത്തൻ മഈ. വലിയൊരു സംഖ്യയൊന്നുമില്ല ഒരാൾക്ക് അതിന് പോകണമെന്നുണ്ടെങ്കിൽ. സൗകര്യമാണ് താനും. എൻ്റെ കൂടെ ഒരു ഹജ്ജ് നിർവഹിച്ചതിനോട് കടപിടിക്കും റമദാൻ മാസത്തിൽ ഒരു ഉംറ ചെയ്യുക എന്നുള്ളത്. സുബ്ഹാനല്ലാഹ്. കഴിയുന്ന ആളുകൾ അതിനുവേണ്ടി അവരുടെ മനസ്സിനോട് പറഞ്ഞ് പ്രേരിപ്പിച്ച് അതിനുള്ള സൗകര്യങ്ങളൊരുക്കി അതിന് ശ്രമിക്കും. യുഹദ്ദിസൂന അൻഫുസഹും ബി ഇഖ്റാജി സദഖത്തുൽ ഫിത്ർ ഫി ആഖിരി ഷഹർ. അതേപോലെ തന്നെ സക്കാത്തുൽ ഫിത്ർ അതല്ലെങ്കിൽ സദഖത്തുൽ ഫിത്ർ ഓരോ ആളുകൾക്കും വ്യക്തികളെയും എണ്ണവും കണക്കുമനുസരിച്ച് പാവങ്ങളായ ആളുകൾക്ക് ഭംഗിയായി സുന്ദരമായി സുഭിക്ഷമായി വിശാലമായി പെരുന്നാൾ ആഘോഷിക്കാൻ ഇസ്ലാമിൻ്റെ സുന്ദരമായ ഒരു ചിഹ്നമാണ്, ഷിആറാണ് ഈ പറയുന്ന സദഖത്തുൽ ഫിത്ർ എന്ന് പറയുന്നത്. വേറെ ആർക്കാണ് ഇത് അവകാശപ്പെടാനുള്ളത്? മുസ്ലിം ലോകത്ത്, മുസ്ലിം രാജ്യത്ത് മുസ്ലിമീങ്ങളുടെ ഇടയിൽ ജീവിക്കുമ്പോൾ ഒരൊറ്റ മുസ്ലിമിൻ്റെ വീട്ടിലും അന്ന് ഭക്ഷണത്തിന് പഞ്ഞമില്ലാതെ ധനികൻ എങ്ങനെ അവൻ കഴിക്കുന്നു എന്നതുപോലെ പാവങ്ങളായ ആളുകളും കഴിക്കാൻ വേണ്ടി സക്കാത്തിൻ്റെ കാര്യം പ്രത്യേകിച്ച് പറയുമ്പോൾ അത് പാവങ്ങളായ ആളുകളുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട്, സമ്പത്തിൻ്റെ സക്കാത്താണെങ്കിലും ഈ പറയുന്ന സക്കാത്തുൽ ഫിത്ർ ആണെങ്കിലും പാവങ്ങളുടെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട്. മുമ്പൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായത്, ഇപ്പതുണ്ടോയെന്ന് എനിക്കറിയുകയില്ല, പാവങ്ങളായ ആളുകൾ റമദാനിൻ്റെ അവസാനത്തെ ആ ദിവസങ്ങളിലൊക്കെ സമ്പന്നരുടെ വീടുകളിലേക്ക് പാവങ്ങളെപ്പോലെ കൈനീട്ടിക്കൊണ്ട് കടന്നു ചെല്ലുന്ന അവസ്ഥകൾ. അതൊരിക്കലും മുസ്ലിമീങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. അത്ര മഹത്തായ മാസത്തിൽ അതുവരെ സുഭിക്ഷമായി അതല്ലെങ്കിൽ അതുവരെ സമാധാനത്തോടെ ജീവിച്ച ആളുകൾ റമദാനിൻ്റെ അവസാനത്തെ ആ 10 പാവങ്ങളെപ്പോലെ തെണ്ടി നടക്കുന്ന അവസ്ഥ ഒരിക്കലും മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ അതുണ്ടാവരുത്.
ധനികരായ ആളുകൾ, അള്ളാഹു സമ്പത്ത് നൽകിയ ആളുകൾ കൃത്യമായി അവരുടെ കയ്യിലുള്ള സമ്പത്തിനെ അളന്ന് തൂക്കി എണ്ണി കണക്കാക്കി കൃത്യമായി അതിൽ പാവങ്ങൾക്ക് കൊടുക്കേണ്ടുന്ന വിഹിതം സക്കാത്ത് എത്രയാണോ ആ ശതമാനം എത്രയാണോ അത് നോക്കി പാവങ്ങളായ ആളുകളെ കൃത്യമായി മനസ്സിലാക്കി എത്തിച്ചു കൊടുക്കുക അവർക്ക്. ഇവരുടെ സമ്പത്തിന് ശുദ്ധീകരിക്കൽ അതിലുണ്ട്, ഇവരുടെ ശരീരത്തിന് ശുദ്ധീകരിക്കൽ അതിലുണ്ട്, പാവങ്ങളായ ആളുകളോട് കാണിക്കേണ്ട ഹക്കുകളും കടമകളും പാലിക്കൽ അതിലുണ്ട്. അത് ചെയ്യുക. ഈ പറയുന്ന സക്കാത്ത് നിർവഹിക്കണം ഭംഗിയായിട്ട് കൃത്യമായിട്ട് പാവങ്ങളെ സഹായിച്ചുകൊണ്ട്. ഇത് ഓരോ മുഅ്മിനീങ്ങളായ ആളുകളും റമദാന് വരുമ്പോൾ നിർവഹിക്കണം എന്ന് പറഞ്ഞ് അവൻ്റെ മനസ്സിനോടത് പറഞ്ഞുകൊണ്ടിരിക്കും. പിന്നെ അതേപോലെ തന്നെ കുടുംബ ബന്ധങ്ങളും കാര്യങ്ങളും ചേർക്കാൻ, പരസ്പരം വിട്ടുകിടക്കുന്ന മുറിഞ്ഞു കിടക്കുന്ന ബന്ധങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഇണക്കി ചേർത്ത് കുഴപ്പങ്ങളും കാര്യങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ മാറ്റിവെച്ച് മുസ്ലിമീങ്ങൾ തമ്മിൽ ഏകോദര സഹോദരന്മാരായി ആ ബന്ധങ്ങൾ നന്നാക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ആളുകൾ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിലോ കൂട്ടുകാർ തമ്മിലോ ഏതെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളോ ഭൗതികമായ എന്തെങ്കിലും അകൽച്ചകളോ ഭൗതികമായ കാര്യങ്ങളിലുള്ള അകൽച്ചകളോ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിവെച്ചുകൊണ്ട് ദീനിന്റെ കാര്യത്തിലുള്ള അകൽച്ചകളാണ് എന്നുണ്ടെങ്കിൽ അത് വേറെയാണ്. അവിടെ അകലേണ്ടത് അകലാനും മാറി നിൽക്കേണ്ടത് മാറി നിൽക്കാനും നമുക്ക് അവകാശമുണ്ട്. ദീനിന്റെ കാര്യത്തിൽ ബിദ്അത്തിന്റെ ഖുറാഫാത്തോ അതല്ലെങ്കിൽ ശിർക്കിയായ കാര്യങ്ങളോ ചെയ്ത് എത്ര ഉപദേശിച്ചു കൊടുത്താലും പറഞ്ഞു കൊടുത്തിട്ടും അത് തിരുത്താൻ തയ്യാറാകാത്ത ആളുകളാണെങ്കിൽ അവരുമായുള്ള ബന്ധങ്ങൾ മുറിക്കുന്നതിന് വിരോധമൊന്നുമില്ല. അവരാ തെറ്റ് തിരുത്തി വരാത്ത കാലത്തോളം അവരുമായി അകലം പാലിക്കുക. അതല്ല, ദുന്യവിയായ ഏതെങ്കിലും കാര്യങ്ങളുടെ പേരിൽ സഹോദരന്മാർ തമ്മിലോ കുടുംബങ്ങൾ തമ്മിലോ അയൽവാസികൾ തമ്മിലോ കൂട്ടുകാർ തമ്മിലോ അകൽച്ചകളും മറ്റുമുണ്ടെങ്കിൽ ആ ബന്ധങ്ങളൊക്കെ ഇണക്കി ചേർത്ത് പറഞ്ഞ് പിരിഞ്ഞ് അതൊക്കെ നന്നാക്കി സുൽഹാക്കി ഈ മഹത്തായ മാസത്തിൽ അള്ളാഹുവിൻ്റെ ഔദാര്യങ്ങളും അവൻ്റെ റഹ്മത്തും അവൻ്റെ മഗ്ഫിറത്തും അത് ലഭിക്കാൻ പൂർണ്ണ അർഹരായിക്കൊണ്ട് പോകാനുള്ള കാര്യങ്ങൾ അത് മനസ്സിനോട് പറഞ്ഞ് പാകപ്പെടുത്തി തയ്യാറാവുക. അതേപോലെ യുഹദ്ദിസൂന അൻഫുസഹും ബിഅൻ യതൂബു വയുനീബു, അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ. തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും ധാരാളം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ പറയുന്നതിനൊക്കെ തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ മുഅ്മിനീങ്ങളായ ആളുകൾ അവരുടെ മനസ്സുകളോട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അത് പറയുകയും മഹത്തായ ആ മാസത്തിലും അത് വരുന്നതിൻ്റെ മുമ്പ് തന്നെ തൗബയും ഇസ്തിഗ്ഫാറും ചെയ്തുകൊണ്ട് അവരിൽ നിന്ന് വന്ന തെറ്റുകുറ്റങ്ങളൊക്കെ മാപ്പാക്കി പുറത്ത് അള്ളാഹുവിൻ്റെ റഹ്മത്തിനും അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തിനും അർഹരായ യഥാർത്ഥ അടിമകളായി മുന്നോട്ട് പോകാൻ വേണ്ടി. ഫമല്ലം യതുബ് ഫീ റമളാൻ, റമളാൻ മാസത്തിലും ഒരാൾ തൗബ ചെയ്യാൻ തയ്യാറല്ല, തെറ്റുകളും പാപങ്ങളും ചെയ്യുകയാണെങ്കിൽ ഫമത്തായത്തു, പിന്നെ ആ മനുഷ്യൻ എപ്പോഴാണ് തൗബ ചെയ്യാനുള്ള അവസരം? എപ്പോഴാണ് പിന്നെ അവൻ കാത്തു നിൽക്കുന്ന ഏത് സമയമാണ്? വമല്ലം യുനിബ് ഫീ റമളാന ഫമതാ യുനീബ്, റമളാനിൽ അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങാൻ ഒരാൾ തയ്യാറല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ആ മനുഷ്യൻ ഖേദിച്ച് മടങ്ങുക? പിന്നെ അതിന് പറ്റുന്ന ഏറ്റവും നല്ലൊരു സമയം, അള്ളാഹുവിൻ്റെ റഹ്മത്ത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന, മഗ്ഫിറത്ത് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള അർഹതയുള്ള മറ്റൊരു സമയം എപ്പോഴാണ്? വമല്ലം യർജിഅ ഇലാ റബ്ബിഹി ഫീ റമളാന ഫമതാ യർജിഅ, അള്ളാഹുവിലേക്ക് തിരിച്ചു മടങ്ങി പോകാൻ തയ്യാറാകാതെ അള്ളാഹുവിൽ നിന്ന് പുറംതിരിഞ്ഞു പോകുന്ന ഒരടിമ, അവൻ അള്ളാഹുവിലേക്ക് മടങ്ങിപ്പോകാൻ ഈ റമളാൻ മാസം തയ്യാറല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ആ മനുഷ്യൻ അതിനുള്ളൊരവസരം? തൗബ ചെയ്യാനും പശ്ചാത്തപിക്കാനും മഹത്തായ ഈ മാസം അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുക്കി തയ്യാറാക്കി. ഇതിൽ സൽക്കർമ്മങ്ങൾ വർദ്ധിത വീര്യത്തോടുകൂടെ അതിൻ്റെ പ്രതിഫലങ്ങൾ നൽകുന്ന, പാപങ്ങൾ പുറത്തു കൊടുക്കാൻ തയ്യാറായ, നരകത്തിൽ നിന്ന് അള്ളാഹു മോചിപ്പിക്കുന്ന, പിശാചുകളെയും ധിക്കാരികളായ ജിന്നുകളെയും അള്ളാഹു ബന്ധനസ്ഥരാക്കുന്ന, സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നുവെക്കുന്ന, നരകത്തിൻ്റെ കവാടങ്ങൾ അടച്ചുപൂട്ടപ്പെടുന്ന ഇത്തരൊരവസരം സാഹചര്യം ഒരുക്കി തന്നിട്ടും തെറ്റുകളും കാര്യങ്ങളും ഒഴിവാക്കി പശ്ചാത്തപിച്ച് മടങ്ങാൻ ഒരു മനുഷ്യൻ തയ്യാറല്ലെങ്കിൽ പിന്നെ എപ്പോഴാണ് ആ മനുഷ്യൻ നല്ല ഒരു വഴി തിരഞ്ഞെടുക്കുക? നല്ല നിലക്ക് അള്ളാഹുവിലേക്ക് തിരിച്ചു ചെല്ലാൻ എപ്പോഴാണ് അവൻ അവസരം? അതേപോലെ യുഹദ്ദിസൂന അൻഫുസഹും അൻ യഹ്ഫളൂ ശഹ്റഹും കുല്ലഹു മിനൽ മആസി വൽ ഫുസൂഖ്, തെറ്റുകളും പാപങ്ങളും രാത്രികളിലോ പകലുകളിലോ ശാരീരികമായിട്ടോ സാമ്പത്തികമായിട്ടോ വ്യക്തിപരമായിട്ടോ സാമൂഹികമായിട്ടോ ഏത് നിലക്കുള്ളതാണെങ്കിലും പാപങ്ങളിൽ നിന്നിട്ട് പൂർണ്ണമായിട്ട് ഞാൻ എൻ്റെ ശരീരത്തിനെയും മനസ്സിനെയും മുക്തമാക്കും, ഒരു തെറ്റും എൻ്റെ അടുത്ത് പറ്റൂല, പരമാവധി ഞാൻ സൂക്ഷിക്കും, പരമാവധി ഞാൻ ശ്രദ്ധിക്കും എന്നുള്ള ഒരു തയ്യാറെടുപ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, മല്ലം യദഅ ഖൗല അസ്സൂരി വൽ അമല ബിഹി. നോമ്പ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാം. ഭക്ഷണ കാര്യത്തിൽ, പാനീയങ്ങളുടെ കാര്യത്തിൽ,
നോമ്പ് മുറിക്കുന്ന മറ്റുള്ള ലൈംഗികമായ മറ്റുള്ള കാര്യങ്ങളിലൊക്കെ ആളുകൾ വളരെ ജാഗ്രത പാലിക്കും, വളരെ ശ്രദ്ധയും സൂക്ഷ്മതയും കാണിക്കും. എന്നാൽ തെറ്റായ വാക്കുകൾ, തെറ്റായ നോക്കുകൾ, അതേപോലെ തന്നെ പല പ്രവർത്തനങ്ങളും, ആ കാര്യത്തിൽ ഈ പറയുന്ന ഒരു സൂക്ഷ്മത പലരും കാണിക്കൂല ആളുകൾ. നോമ്പ് മുറിയുന്ന മറ്റുള്ള ഈ കാര്യങ്ങൾ, ഒരു പിടി ഭക്ഷണം, ഒരു മുറുക്ക് വെള്ളം, അതേപോലെ നോമ്പ് മുറിയുന്ന മറ്റുള്ള കാര്യങ്ങൾ, അതൊക്കെ വളരെ സൂക്ഷ്മതയോടെ ആളുകൾ കൈകാര്യം ചെയ്യും. വിശന്ന് ജീവിക്കും, ദാഹിച്ച് ജീവിക്കും. പക്ഷേ എന്നാൽ ആ നോമ്പിന്റെ പ്രതിഫലത്തെ തകർക്കുന്ന, അത് കുറക്കുന്ന, ഒരു പക്ഷേ പൂർണ്ണമായിട്ടും ആ പ്രതിഫലത്തെ നശിപ്പിച്ച് കളയുന്ന തെറ്റായ വാക്കുകളുണ്ടാകും, ഗീബത്തുണ്ടാകും, നമീമത്തുണ്ടാകും, പരിഹാസമുണ്ടാകും, ചീത്തവിളിയുണ്ടാകും. പിശാചാണെങ്കിൽ നമ്മളെ എങ്ങനെയെങ്കിലും നശിപ്പിക്കാൻ അവനാൽ കഴിയുന്ന ചില ശ്രമങ്ങൾ അവനെ നടത്തിക്കൊണ്ടേയിരിക്കും. അങ്ങനെ തെറ്റായ വാക്കുകളോ പ്രവൃത്തികളോ അത് ഒരാൾ സൂക്ഷിക്കാതെ നിന്നാൽ, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, മല്ലം യദഅ ഖൗല സൂരി വൽ അമല ബി, കള്ളവാക്കുകൾ, അതനുസരിച്ചുള്ള തെറ്റായ പ്രവർത്തനങ്ങൾ അതൊരാൾ ഒഴിവാക്കാൻ തയ്യാറല്ലെങ്കിൽ, ഫലൈസ ലില്ലാഹി ഹാജത്തുൻ ഫി അൻ യദഅ തുആമഹു വശറാബഹു, അവന്റെ അന്നപാനീയങ്ങൾ ഒഴിവാക്കുന്നതിൽ അള്ളാഹുവിന് പ്രത്യേകിച്ച് ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ ഒഴിവാക്കിയാൽ അള്ളാഹു നിങ്ങളെ നോമ്പിലേക്ക് ആവശ്യക്കാരനാണ് എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. നമ്മുടെ നോമ്പിലേക്കോ ഇബാദത്തുകളിലേക്കോ അടിമകളുടെ ഏതേത് കാര്യങ്ങളിലേക്കും അള്ളാഹു ആവശ്യക്കാരനല്ല. പക്ഷെ അള്ളാഹു പ്രതിഫലം കൊടുക്കുന്ന നിലക്ക്, അള്ളാഹു അതിനെ ആദരവോടുകൂടെ പരിഗണിക്കുക എന്നുള്ള ആ വിഷയത്തിൽ കൂടെ തെറ്റായ വാക്ക് പ്രവർത്തികൾ ഒരാൾ ഒഴിവാക്കുന്നില്ലെങ്കിൽ അള്ളാഹു അവൻ്റെ ഈ പറയുന്ന പട്ടിണി കിടക്കലോ ദാഹിച്ചു വലയലോ പ്രയാസപ്പെടലോ അള്ളാഹ് പരിഗണിക്കുകയില്ല. അർഹിക്കുന്ന പ്രതിഫലം നൽകി അതിന് സ്വീകരിക്കുകയോ ആദരിക്കുകയോ ഇല്ല എന്നുള്ള അർത്ഥത്തിൽ നോമ്പിന്റെ ഹിക്മത്ത് നമ്മൾ പറഞ്ഞതുപോലെ ലഅല്ലക്കും തത്തഖൂൻ, അള്ളാഹുവിനെ സൂക്ഷിക്കുന്ന ആളുകളായിരിക്കണം. നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഒരു പക്വത, ഒരു തഖ്വ, അള്ളാഹുവിനെ കുറിച്ചുള്ള സൂക്ഷ്മത ഈ നോമ്പ് കൊണ്ട് നേടിയെടുക്കാൻ കഴിയുമെന്നുള്ളത്. ഒരു മാസം ഈ പറയുന്ന കൃത്യമായ നിലക്ക് ഒരാൾ ഈ ഇബാദത്ത് ചെയ്ത് മുന്നോട്ട് പോയാൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഒരു തഖ്വ അവന്റെ ശരീരത്തിനും മനസ്സിനും ഒന്ന് ഒതുക്കി പാകപ്പെടുത്തി മുന്നോട്ട് പോകാൻ കഴിയുമെന്നുള്ളതാണ് ഇതിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യമാണ് നമ്മൾ ഇതുകൊണ്ട് നേടിയെടുക്കേണ്ടത്. ആ ലക്ഷ്യമാണ് നോമ്പ് കൊണ്ട് നമ്മൾ നേടിയെടുക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കാര്യങ്ങൾ നിർവഹിക്കാൻ, അള്ളാഹു വിരോധിച്ച കാര്യങ്ങൾ ഒഴിവാക്കാൻ, രഹസ്യ പരസ്യങ്ങളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ച് മുന്നോട്ട് പോകാൻ, സ്വന്തം ശരീരത്തിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണെങ്കിലും നമ്മുടെ ശരീരത്തിന് താല്പര്യമില്ലാത്ത കാര്യങ്ങളാണെങ്കിലും അവിടെയൊക്കെ മനസ്സിനെയും ശരീരത്തിനെയും ഒന്ന് ഒതുക്കി കൺട്രോൾ ചെയ്യാൻ, ഒന്ന് നിയന്ത്രിക്കാൻ മനുഷ്യൻ പാകപ്പെടുമെന്നുള്ളതാണ്. മഹത്തായ ഈ നോമ്പും ആ നോമ്പിനോടനുസരിച്ചുകൊണ്ട് അള്ളാഹുവും അവൻ്റെ റസൂലും കൽപ്പിച്ച അധ്യാപനങ്ങളും നിയമങ്ങളും ആദാബുകളും മര്യാദകളും പാലിച്ചുകൊണ്ട് ഈ ഇബാദത്ത് ഒരാൾ ചെയ്താൽ അവന് ലഭിക്കുന്ന കാര്യങ്ങൾ അതാണ്. നേരെ മറിച്ച് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ മഹത്തായ റമദാന് വരുന്ന സമയത്ത് ഒരുപാട് ഭക്ഷണങ്ങളും പാനീയങ്ങളും ആഘോഷങ്ങളും ആർഭാടങ്ങളും അങ്ങനത്തെ ചിന്താഗതികളിലേക്കും ഇസ്ലാമിന് വിരുദ്ധമായ മറ്റുള്ള ആളുകൾ സംഘടിപ്പിക്കുന്ന, പ്രത്യേകിച്ച് ഇസ്ലാമിന്റെ ശത്രുക്കൾ മുന്നിൽ കൊണ്ടുവന്നിടുന്ന കണിവലകളിലേക്ക് ഒരാൾ പോയാൽ മഹത്തായ ഈ മാസത്തിന്റെ ലക്ഷ്യങ്ങൾ അവന് നഷ്ടപ്പെടുകയും അള്ളാഹു ബഹുമാന ആദരവിന് വേണ്ടി നിശ്ചയിക്കപ്പെട്ട ആ സമയത്തിൽ അവഹേളിതനും നിന്ദ്യനും അള്ളാഹുവിന്റെ ശാപകോപത്തിന് വിധേയരായ ആളായി മാറുകയും ചെയ്യും എന്നുള്ളതാണ് അവരുടെ അവസ്ഥ. തെറ്റുകൾ കൂടുതൽ ചെയ്ത്, പാപങ്ങൾ കൂടുതൽ ചെയ്ത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, റമദാനിന്റെ ആദ്യത്തെ രാത്രിയായാൽ യുനാദി മുനാദിൻ, അള്ളാഹുവിന്റെ ഭാഗത്തിൽ നിന്ന് വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യ നീ മുന്നിട്ട് വാ, നിങ്ങൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്ക് മഹത്തായ പ്രതിഫലങ്ങൾ, അള്ളാഹുവിനതിന് കയ്യും കണക്കുമില്ലാത്ത ഇരട്ടിയായ പ്രതിഫലങ്ങൾ, ആ ഇബാദത്തുകൾ നിർവഹിച്ചുകൊണ്ട് ഈ പറയുന്ന അള്ളാഹുവിന്റെ ആദരവുകൾ, അവന്റെ ശാരീരിക മാനസികമായ പരിശുദ്ധികൾ അതൊക്കെ ലഭിക്കുന്ന ഒരവസ്ഥയാണ്. നേരെ മറിച്ച് വയാ ബാഗിയ ശർരി അഖ്സിർ, തെറ്റ് ഉദ്ദേശിക്കുന്ന പാപങ്ങൾ ചെയ്യുന്ന മനുഷ്യ മറ്റുള്ള സമയങ്ങൾ മുഴുവനും തെറ്റുകളിലും പാപങ്ങളിലുമായി പോകുന്ന ഒന്ന് നീ കുറക്കുകയെങ്കിലും ചെയ്യേ. കൂടുതൽ തെറ്റുകളും പാപങ്ങളും മഹത്തായ മുബാറക്കായ ഈ മാസത്തിൽ നിന്റെ ഭാഗത്തിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകരുതേ എന്ന്. അപ്പൊ രണ്ട് വിഭാഗം ആളുകളായിരിക്കും. റമദാനു ശരീഫ് വരുന്നു എന്ന് കേൾക്കുമ്പോൾ രണ്ട് മാനസികാവസ്ഥയുള്ള ആളുകളായിരിക്കും. നാം അതിൽ ഏത് കൂട്ടത്തിലാണ്? നമ്മുടെ മനസ്സിന്റെ അവസ്ഥകൾ എന്താണ് എന്ന് നമ്മൾ പരിശോധിച്ച് നോക്കുക.
മഹത്തായ ഈ അതിഥി നമ്മളിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് നാം എത്ര തയ്യാറെടുപ്പോടുകൂടെയാണ്, നല്ല മാനസികാവസ്ഥയോടുകൂടെയാണോ അല്ല എന്ന് പരിശോധിക്കുകയും നല്ലതാണ് എന്ന് നാം ഉറപ്പുവരുത്തുകയും ചെയ്യും. ഇസ്തഇദ്ദു ലി റമളാൻ അഹ്സന ഇസ്തിഅദാദ്, നല്ല ഒരു തയ്യാറെടുപ്പ് റമളാൻ ഷരീഫിന് വേണ്ടി നാം എടുക്കുക. വഹദറുൽ മുബാലഗത ഫിൽ മുശ്തറയാത്തി, നമ്മൾ വാങ്ങിക്കൂട്ടുന്ന ചില ആളുകൾ റമളാന് വരും എന്ന് കേൾക്കുമ്പോഴേക്കും ഒരുപാട് ധാന്യത്തിൻ്റെ പൊടികൾ, ഒരുപാട് മസാലപ്പൊടികൾ, ഒരുപാട് വേറുള്ള കാര്യങ്ങൾ, മറ്റുള്ള ചില ആളുകൾ സ്ത്രീകൾ നനച്ചുകുളി എന്ന് പറഞ്ഞു കാണ്ട് ഒരു കുളിയും വീടൊരുക്കലൊക്കെ. അല്ലാമ സാലിഹുൽ ഫൗസാൻ ഹഫിളഹുല്ലയോട് ചോദിച്ചു, അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കുന്നുണ്ട്, നനച്ചുകുളി. അതിൻ്റെ ഇടയ്ക്കൊന്നും ആരും നനക്കലില്ലേ? കുളി നിർബന്ധമായാൽ ശരീരം മാസകാലം നനക്കത് എപ്പോഴും നിർബന്ധമായ കാര്യമാണ്. ഫൗസാൻ ഹഫിളഹുല്ല പറഞ്ഞത് അങ്ങനെ ഒരു സംഭവമില്ലാതെ ബിദ്അത്താണ് എന്നുള്ളത്. ആ പേര് കൊണ്ട് ചെയ്യുന്ന കാര്യം അത് ബിദ്അത്താണ്. മുസ്ലിം ഒരു മുഅ്മിൻ അവന് കുളി നിർബന്ധം എപ്പാണോ, സ്ത്രീയാണോ പുരുഷനാണോ, അവർ ആസകലം നനച്ചേ മതിയാകും. പിന്നെ വീടും പരിസരവും വൃത്തിയാക്കുക എന്നുള്ളത് മുസ്ലിമീങ്ങൾ താമസിക്കുന്ന വീടും അതിൻ്റെ പരിസരവും വൃത്തിയുള്ളതായിട്ട് അവർ കൊണ്ട് നടക്കണം. അവർ വൃത്തിയോടുകൂടെ ആ കാര്യങ്ങൾ ചെയ്യണം. അവരുടെ മനസ്സും ശരീരവും ഭവനവും പരിസരവും വൃത്തിയുള്ളതായിരിക്കണം. അങ്ങനത്തെ ആളുകൾ, സൃഷ്ടികൾ, മനുഷ്യർ ഈ ഭൂമിയിൽ മുഅ്മിനീങ്ങൾ മാത്രമേ ഉള്ളൂ. കുഫാറുകളുടെ മനസ്സ് മുഴുവൻ ശിർക്ക് കൊണ്ടും കുഫർ കൊണ്ടും ദുഷിച്ചു നാറുന്നതാണ്. അവരുടെ ശരീരങ്ങൾ നജസ് കൊണ്ടും അശുദ്ധമായ പലതുകൊണ്ടും അവരുടെ ശരീരങ്ങളും വസ്ത്രങ്ങളും ഭവനങ്ങളും മറ്റുള്ളതും അശുദ്ധമായി കിടക്കുന്നതാണ്. യഥാർത്ഥ ശുദ്ധിയുള്ള ആളുകൾ മുഅ്മിനീങ്ങൾ മാത്രമാണ്, മുവഹ്ഹിദീങ്ങൾ മാത്രമാണ്. അവരുടെ മനസ്സ് പവിത്രമാണ്, പരിശുദ്ധമാണ്. അവരുടെ ശരീരം നജസ്സുകളിൽ നിന്നും വൃത്തികേടുകളിൽ നിന്നും ശുദ്ധീകരിക്കപ്പെട്ടതാണ്. അവരുടെ വീടും പരിസരവും അവരുടെ വസ്ത്രങ്ങളും അത് മുഴുവനും അതുപോലെ വൃത്തിയുള്ളതായിരിക്കും. അപ്പം റമളാനിൻ്റെ തലേന്നോ 2 ദിവസം മുമ്പ് ഒരു നനക്കാൻ പ്രത്യേകിച്ചൊരു മുസ്ലിമീങ്ങളെ സമ്മതിച്ചില്ല, മുഅ്മിനീങ്ങളെ സമ്മതിച്ചില്ല. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനത്തെ നനച്ചുകുളി പോലത്തെ ആ കാര്യങ്ങൾ അത് ബിദ്അത്താണ്. അങ്ങനെ ഒരു സംഭവം ഇല്ലതാണ്. എപ്പോഴും വൃത്തിയിലും അടുക്കും ചിട്ടയോടുകൂടെ വൃത്തിയുള്ള പരിസരങ്ങളുമായി നമ്മുടെ വീടുകളും ഭവനങ്ങളും ശരീരങ്ങളും വസ്ത്രങ്ങളൊക്കെ നമ്മൾ സൂക്ഷിക്കേണ്ട ആളുകളുമാണ്. അതുകൊണ്ട് തന്നെ വാങ്ങിക്കൂട്ടുന്ന കാര്യങ്ങളിൽ അമിതമായിട്ടൊന്നും ചെയ്യരുത്. റമളാൻ എന്ന് പറയുന്നത് ഒരുപാട് ഭക്ഷണത്തിൻ്റെ മാസമല്ലതാനും, ഒരുപാട് ആഘോഷത്തിൻ്റെ മാസമല്ലതാനും. മീനൽ അത്വഇമത്തി വൽ അശ്രിബ, ഭക്ഷണ സാധനങ്ങൾ ഒരുപാട്, പാനീയങ്ങൾ ഒരുപാട്, എന്നിട്ട് സമ്പത്ത് ഒരുപാട് നിങ്ങൾക്ക് നഷ്ടപ്പെടും. പിന്നീട് അതിൽ ബഹുഭൂരിഭാഗവും അത് വേസ്റ്റ് കൊട്ടയിലേക്ക് കൊണ്ടുപോയി കൊട്ടുകയും ചെയ്യും. ഷെയ്ഖ് അലി യഹ്യൽ ഹദ്ദാദി ഹഫിളഹുല്ല അദ്ദേഹത്തിൻ്റെ ഒരു ഖുത്ബയിൽ പറഞ്ഞ വാക്കുകളാണ് ഞാനിവിടെ നിങ്ങളെ കേൾപ്പിച്ചത്. നിങ്ങൾ ഒരുപാട് ഭക്ഷണ സാധനങ്ങൾ വാങ്ങും, റമളാനാണ് വരുന്നത് എന്ന് കരുതിയിട്ട്. കാണുന്നതൊക്കെ നോമ്പ് ആകുമ്പോൾ പ്രത്യേകിച്ച് കാണുന്നൊക്കെ ഒരു ആഗ്രഹമായിരിക്കും. പലതും തയ്യാറാക്കും, പാനീയങ്ങൾ ഒരുപാട്, കുറേ കാശ് ചെലവാക്കും. പിന്നീട് അതിൽ ബഹുഭൂരിഭാഗവും നിങ്ങൾ വേസ്റ്റ് കൊട്ടയിലേക്ക് കൊണ്ടുപോയി കൊട്ടും. അതിനുള്ള പണിയെടുക്കരുതേ. ഇത് അതിനുള്ള മാസമല്ല താനും. റമളാൻ അതിനുള്ള മാസമല്ല. കുലു വശ്റബു വലാ തുസ്രിഫു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. കഴിച്ചോളി, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളി, ആവശ്യമുള്ളത് കുടിച്ചോളി, നിങ്ങൾ അത്യാവശ്യമുള്ളത്. വലാ തുസ്രിഫു, അമിതമായിട്ടൊന്നും ഉണ്ടാവരുത്. കുടിക്കുന്നതിലും കഴിക്കുന്നതിലും ഉണ്ടാവരുത്, വാങ്ങിക്കൂട്ടുന്നതിലും ഉണ്ടാവരുത്. വലാ തുസ്രിഫു ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. അമിതമായിട്ട് വ്യയം ചെയ്യുന്ന ആളുകളെ അള്ളാഹുവിന് ഇഷ്ടം തന്നെയല്ല. മഹത്തായ ഈ മാസത്തിൽ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത പണികളിലേക്ക് നിങ്ങൾ പോകരുത്. വർഹമൂ നിസാഅക്കും, ഷെയ്ഖ് ഹഫിളഹുല്ല ഖുത്ബയിൽ തുടർന്നുകൊണ്ട് പറയാം, നിങ്ങളെ സ്ത്രീകളോട് നിങ്ങൾ കാരുണ്യം കാണിക്കണം, ഭാര്യമാരോടും മക്കളോടൊക്കെ. ഫമാ അക്സറ മാ തുദ്ഹിബു ഔഖാതഹും ഫീ റമളാന ഫിൽ മതാബിഖ്. ആ സ്ത്രീകളുടെ ഒരുപാട് സമയം കിച്ചനുകളിൽ, ഭക്ഷണം തയ്യാറാക്കുന്ന അടുക്കളകളിൽ അത് ഉപയോഗിക്കേണ്ട അവസ്ഥയാണ് ആ പാവങ്ങൾ. അവരുടെ കഷ്ടം, അവരുടെ അവസ്ഥ ദയനീയമാണ്. അവരോട് നിങ്ങൾ റഹ്മത്ത് കാണിക്കണം. ഒരുപാട് ഭക്ഷണങ്ങൾ, ഒരുപാട് മോഡലുകൾ, ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആ സ്ത്രീകളെ നിങ്ങൾ പ്രയാസപ്പെടുത്തരുതേ. ലിതനവുഇൽ അസ്നാഫി വമുബാലഗത്തിൻ ഫീ ഇർളാഇൽ ബുത്തൂൻ. നിങ്ങളുടെ വയറുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി വിഭിന്നമായ ഭക്ഷണങ്ങൾ ഒരുക്കി തയ്യാറാക്കാൻ വേണ്ടി ആ സ്ത്രീകൾ ഒരുപാട് സമയം അവരുടെ കിച്ചനുകളിൽ അവർ ചെലവാക്കേണ്ട അവസ്ഥ വരും. അവരോട് നിങ്ങൾ കരുണ കാണിക്കണം. അത്യാവശ്യത്തിന്, വളരെ കുറഞ്ഞത്, ശരീരത്തിനും മനസ്സിനും എന്തൊരു ലക്ഷ്യമാണോ ഈ പറയുന്ന മാസം കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്, ആ ലക്ഷ്യം നേടിയെടുക്കാൻ പറ്റുന്ന രൂപത്തിൽ നിങ്ങളാക്കി തീർക്കുക. റമദാനു ഷരീഫിനെ സ്വീകരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം
റമദാന് വരുന്നതിൻ്റെ മുമ്പ് തൻ്റെ അനുചരന്മാരെ ഈ മാസത്തിൻ്റെ മുന്നിട്ട് വരുന്നു എന്ന് പറഞ്ഞ സന്തോഷ വാർത്ത അറിയിക്കലുണ്ടായിരുന്നു. മാസം വരുന്നുണ്ട്. എന്തിനാണ് സന്തോഷ വാർത്ത അറിയിച്ചിരുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം? അള്ളാഹുവിൻ്റെ റസൂൽ അവരോട് ഈ സന്തോഷ വാർത്ത അറിയിച്ചത് ലിൽ ഇജ്തിഹാദി ബിൽ അഅമാലി സ്വാലിഹ, സൽക്കർമ്മങ്ങൾ കഠിനമായിട്ട് പരിശ്രമിച്ചുകൊണ്ട് നേടിയെടുക്കാൻ വേണ്ടി മുന്നറിയിപ്പ് കൊടുക്കലായിരുന്നു. റമദാൻ മാസം വരുന്നുണ്ട്, അടുത്തായിട്ടുണ്ട്. അതുകൊണ്ട് ആ മാസത്തിൽ സൽക്കർമ്മങ്ങൾ കൂടുതൽ കൂടുതൽ ചെയ്തുകൊണ്ട് നിങ്ങൾ മുന്നേറണം. നിർബന്ധമായതും സുന്നത്തായതും നിസ്കാരവും നോമ്പും ദാനധർമ്മങ്ങളും നല്ല കാര്യങ്ങൾ ചെയ്യലും അദ്കാറുകളും ഖുർആൻ പാരായണം ചെയ്യലും അള്ളാഹുവിൻ്റെ ത്വാഅത്തിൽ ക്ഷമിക്കലും പകൽ സമയത്ത് നോമ്പനുഷ്ഠിച്ച് രാത്രി സമയത്ത് നിസ്കാരം നിർവഹിച്ച് അതിൻ്റെ മുബാറക്കായ ആ സമയങ്ങൾ ദിക്റും ദുആഉം അള്ളാഹുവിനെ നന്ദി ചെയ്തുകൊണ്ടും തസ്ബീഹും തഹ്ലീലും ഖുർആൻ പാരായണം അങ്ങനെ കാര്യങ്ങൾ നിങ്ങളുടെ സമയങ്ങൾ നിങ്ങൾ ഉപയോഗപ്പെടുത്തണം എന്ന് അവരെ അറിയിക്കാൻ വേണ്ടിയാണ് റമദാന് വരുന്നതിൻ്റെ മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സന്തോഷ വാർത്ത അറിയിച്ചിരുന്നത് സ്വഹാബത്തിനെ. അനസ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസല്ലം പറഞ്ഞു, ഹാദാ റമദാനു ഖദ് ജാ, ഇതാ റമദാൻ വന്നിരിക്കുന്നു. തുഫ്തഹു ഫീഹി അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങളെ അതിൽ തുറന്നു വെക്കപ്പെടും. വതുഗ്ലഖു ഫീഹി അബ്വാബുൻ നാർ, നരകത്തിന്റെ കവാടങ്ങളെ ആ മാസം പൂർണ്ണമായി അടച്ചുപൂട്ടപ്പെടുകയും ചെയ്യും. വതുസൽസലു ഫീഹി ശയാത്തീൻ, പിശാചുകളെ അതിൽ ചങ്ങലക്കിട്ട് ബന്ധിക്കപ്പെടുകയും ചെയ്യും. മറ്റ് സമയങ്ങളിലും മാസങ്ങളിലും ആളുകളെ വഴിപഴപ്പിക്കാൻ ഈ പിശാചുകൾക്ക് ഉള്ള സ്വാധീനം പോലത്തെ സ്വാധീനം മഹത്തായി ഈ മാസത്തിൽ ലഭിക്കുകയില്ല. വേറെ ചില റിവായത്തുകൾ കണ്ടു മറദത്തുൽ ജിന്നി എന്ന് ഹദീസുകളിലുണ്ട്. ജിന്നുകളുടെ കൂട്ടത്തിൽ മനുഷ്യരോട് ധിക്കാരം കൂടുതലുള്ളവരെ, മനുഷ്യരോട് കൂടുതൽ ധിക്കാരമുള്ള. റമദാൻ മാസം ആളുകൾ തെറ്റ് ചെയ്യുന്നില്ലേ? ചില തെറ്റുകൾ ആളുകൾക്ക് വരുന്നില്ലേ? ഉണ്ട്. മനുഷ്യന്റെ ശരീരം തന്നെ അവനെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. മനുഷ്യന്റെ ശരീരത്തിൽ വൃത്തികേട് മിൻ സയ്യിആതി അഅമാലിന, നമ്മുടെ പ്രവർത്തനങ്ങളുടെ ദൂഷ്യങ്ങളുണ്ട്. സ്വന്തം ഇന്നൻ നഫ്സല അമ്മാറത്തും ബിസു, മനുഷ്യ ശരീരം അത് തന്നെ തെറ്റിലേക്ക് മനുഷ്യനെ കൂടുതൽ പ്രേരിപ്പിക്കുന്ന ഒന്നാണ്. ആ നിലക്കുണ്ടാകും. റമദാനിലും അതുണ്ടാകും. അതേപോലെ തന്നെ ഷയാത്തീനയുടെ കൂട്ടത്തിൽ മറദത്തുൽ ജിൻ, മനുഷ്യരോട് ഏറ്റവും ധിക്കാരമുള്ളതല്ലാത്ത കുറച്ചുകൂടി നോർമലായ സോഫ്റ്റ് ആയ പിശാചുകൾ സ്വാഭാവികമായിട്ടും റമദാനിലും ഉണ്ടാവാം. പണ്ഡിതന്മാർ ഇതിൻ്റെ വിശദീകരണമായിട്ട് തെറ്റുകൾ വരുന്നുണ്ട്. അതിന് കാരണം എന്നുള്ള നിലയ്ക്ക് രണ്ടും വിശദീകരിച്ച് പറഞ്ഞത് കാണാൻ കഴിയും. ഏതാണെങ്കിലും ധിക്കാരികളായ പിശാചുകൾക്കൊരു ഒതുക്കം, ഒരു അടക്കം ഉണ്ടാകും. അവരെ ചങ്ങലക്കിട്ട് ബന്ധിക്കപ്പെടും. റമദാൻ മാസത്തിൽ ഈ പറയുന്ന പിശാചുകളുടെ സ്വാധീനത്തിന് കുറവ് നമുക്ക് പലപ്പോഴും അനുഭവപ്പെടലുണ്ട് താരും. അല്ലാഹുമ്മ ലക്കൽ ഹംദ്. അപ്പം നമുക്ക് സൽക്കർമ്മങ്ങളിൽ മുന്നേറാനും അള്ളാഹുവിലേക്ക് മുന്നിടാനും അവൻ്റെ അടിമകൾക്ക് അവൻ്റെ ഭാഗത്ത് പ്രത്യേകമായ സൗകര്യങ്ങൾ ഒരുക്കി തരുന്നുണ്ട് എന്നുള്ളത്. وعن أبي هريرة رضي الله عنه قال قال رسول الله صلى الله عليه وسلم. ആദ്യം പറഞ്ഞ ഈ ഹദീസ് ഇമാം നസായി, ഇമാം അഹ്മദ് പോലത്തെ റിപ്പോർട്ട് ചെയ്ത നാസിറുദ്ദീൻ അൽബാനിക്ക് സഹീഹാണെന്ന് പറഞ്ഞ ഹദീസ്. രണ്ടാമത്, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമദാൻ, റമദാനിന്റെ ആദ്യ രാത്രിയായാൽ സുഫിദത്തി ശയാത്തീനു വ മറദത്തുൽ ജിൻ, പിശാചുകളെ ചങ്ങലക്കിടപ്പെടും. അതേപോലെ തന്നെ ജിന്നുകളുടെ കൂട്ടത്തിലുള്ള ധിക്കാരികളായ ജിന്നുകളെയും ചങ്ങലക്കിടപ്പെടും. റമദാനിന്റെ ആദ്യത്തെ രാത്രി എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അറബി മാസത്തിന്റെ കണക്കനുസരിച്ച് അഥവാ ചന്ദ്രന്റെ ഉദയമനുസരിച്ച് കണക്കാക്കുമ്പോൾ രാത്രി ആദ്യവും പകല് പിന്നെയാണ് വരും. അതുകൊണ്ടാണ് ആ രാത്രിയുടെ ആദ്യം എന്ന് പറയുന്നത് റമദാന്റെ ആരംഭം മുതൽ. നേരെ മറിച്ച് സൂര്യന്റെ ഉദയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കണക്കുകളാണ് എന്നുണ്ടെങ്കിൽ പകല് ആദ്യവും രാത്രി പിന്നെയുമാണ് വരും. മുസ്ലിമീങ്ങൾപ്പെട്ട പല ആളുകളും ഈ ഒരു കാര്യം പലപ്പോഴും ചില ആളുകൾക്ക് സംശയമുള്ളൊരു വിഷയമാണ്. ചന്ദ്രന്റെ ഉദയവുമായിട്ട് കണക്കാക്കുന്നതാണ് അറബി മാസം എന്ന് പറയുന്നത്. അപ്പോൾ രാത്രിയാണ് ആദ്യം വരും, പിന്നീടാണ് പകല് വരുന്നത്. അതുകൊണ്ടാണ് ഇതിലൊക്കെ റമദാനിന്റെ ആദ്യ രാത്രി എന്ന് പറയാൻ കാരണം. വഗുല്ലിഖത്ത് അബ്വാബുൻ നാരി, നരകത്തിന്റെ കവാടങ്ങൾ പൂട്ടപ്പെടും. ഫലം യുഫ്തഹ മിൻഹാ ബാബുൻ, അതിൽപ്പെട്ട ഒന്നും ആ മാസത്തിൽ തുറക്കപ്പെടുകയില്ല. വഫുതിഹത്ത് അബ്വാബുൽ ജന്ന, സ്വർഗ്ഗത്തിന്റെ കവാടങ്ങളെ തുറക്കപ്പെടും. ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ, അതിൽപ്പെട്ട ഒന്നും അടക്കപ്പെടുകയുമില്ല. വയുനാദി മുനാദിൻ, വിളിച്ചു പറയുന്ന ഒരാൾ വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, നന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യ മുന്നോട്ട് വാ, കൂടുതൽ കൂടുതൽ സൽക്കർമ്മങ്ങൾ ചെയ്ത്. വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന അർളുഹസ് സമാവാതു വൽ അർദ്, ആകാശഭൂമികളുടെ അത്ര വിശാലമായ ആ സ്വർഗങ്ങൾ, അതിൻ്റെ വീതി തന്നെ, സ്വർഗത്തിൻ്റെ വീതി നീളല്ല, അത് തന്നെ ആകാശഭൂമികളുടെ അത്ര വിശാലമായതാണ്. അതിലേക്ക് നിങ്ങൾ മുന്നേറുവീൻ. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, അതിൻ്റെ സീസണാണ് സൽക്കർമ്മങ്ങൾക്കുള്ള സീസൺ.
ഏറ്റവും നല്ല അവസരങ്ങൾ, ഏറ്റവും വലിയ പ്രതിഫലങ്ങൾ, മഹത്തായ ആദരവുകൾ ലഭിക്കുന്ന മാസം. വയാ ബാഗിയ ശർരി അഖ്സിർ, തിന്മ ഉദ്ദേശിക്കുന്ന മനുഷ്യ കുറക്കെ, നിർത്തേ. അതല്ലെങ്കിൽ കുറച്ച് കൊണ്ടുവന്നിട്ട് അള്ളാഹുവിലേക്ക് പശ്ചാത്തപിച്ച് മടങ്ങി ജീവിതം നന്നാക്കേ. വലില്ലാഹി ഉതഖാഉ മിനന്നാരി വദാലിക കുല്ല ലൈലത്തിൻ, അള്ളാഹു നരകത്തിൽ നിന്ന് ഒരുപാട് ആളുകളെ മോചിപ്പിക്കും റമദാനിന്റെ ഓരോ രാത്രികളിലും മുതൽ. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ പറയുന്ന ആദരവിൽ നമ്മളെ ഉൾപ്പെടുത്തി രക്ഷപ്പെടുത്താൻ വേണ്ടി നിരന്തരം ദുആ ചെയ്യുക. അള്ളാഹുവിൻ്റെ ആ പ്രത്യേകമായ പരിഗണന ലഭിക്കാനുള്ള ത്വാഅത്തുകളും അമലുകളും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ നരകത്തിൽ നമ്മെ എല്ലാവരെയും മോചിപ്പിക്കുമാറാവട്ടെ. മുവഹിദീങ്ങളായ മറ്റുള്ള എല്ലാ മുഅ്മിനീങ്ങളെയും. ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലമ്മ ഹളറ റമളാൻ അടുത്തു വന്ന സമയത്ത്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖദ് ജാഅകും റമളാനു, നിശ്ചയം റമളാൻ നിങ്ങൾക്ക് വന്നിരിക്കുന്നു. ഷഹ്റുൻ മുബാറക്കുൻ, ബറക്കത്താക്കപ്പെട്ട മാസമാണ്. മുബാറക്ക് എന്നാണ് കസീറുൽ ഖൈറാത്ത്, നന്മ ധാരാളമുള്ളത്. അതാണ് ബറക്കത്ത് എന്ന് പറയുന്നത്. ധാരാളം നന്മ ദീനിലും ദുനിയാവിലും റമളാൻ വരുന്നു. പല നിലക്കും ആളുകൾ അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ കഴിയുന്ന സമയത്ത് എത്ര സുന്ദരമായി, എത്ര ഭംഗിയായി കഴിഞ്ഞു, എത്ര വേഗത്തിൽ പലരും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ? വരുന്നതിൻ്റെ മുമ്പ് എങ്ങനെയാണ്, എന്താ ചെയ്യുക? പക്ഷേ റമളാൻ കഴിയാനാകുമ്പോൾ എത്ര പെട്ടെന്ന് റമളാൻ വന്ന് കഴിഞ്ഞു പോയി. സുഭിക്ഷമായിട്ട് ഖൈറാത്തോടുകൂടെ തന്നെ, നിഅമത്തോടുകൂടെ തന്നെ, ദീനിലും ദുനിയാവിലുമുള്ള. ഷഹ്റുൻ മുബാറക്കുൻ ഇഫ്തറല്ലാഹു അലൈക്കും സിയാമ, ആ മാസത്തിൽ നോമ്പനുഷ്ഠിക്കൽ അള്ളാഹു നിങ്ങൾക്ക് നിർബന്ധമാക്കിയിട്ടുണ്ട്. മുമ്പത്തെ ഹദീസുകളിൽ പറഞ്ഞതുപോലെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും, നരകത്തിന്റെ കവാടങ്ങൾ അതിൽ അടച്ചുപൂട്ടപ്പെടും എന്ന് പറഞ്ഞ് തുടർന്നുകൊണ്ട് പറയുന്നു. അവസാനം പ്രവാചകൻ ആ ഹദീസിന്റെ അവസാനത്തിൽ പറഞ്ഞു, ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹ്ർ, അതിലൊരു രാത്രിയുണ്ട് 1000 മാസങ്ങളിലേറെ ശ്രേഷ്ഠമായതാണ്. മൻ ഹുരിമ ഖൈറഹാ ഖദ് ഹുരിം, അതൊരാൾക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവൻ വല്ലാത്തൊരു ഹതഭാഗ്യനാണ്. അത് നേടിയെടുക്കാൻ ഒരാൾക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അവൻ വല്ലാത്ത ഒരു ഹതഭാഗ്യനായി, നഷ്ടപ്പെട്ടൊരു വ്യക്തിയായി. റഹ്മഹുള്ള അദ്ദേഹത്തിന്റെ മുഅ്ജമിൽ ജാബിർ ഇബ്നു സമുറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞു, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു, അതാനി ജിബ്രീൽ അലൈഹിസ്സലാം, ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ അടുക്കൽ വന്നു. ഫഖാല യാ മുഹമ്മദ്, എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വഅല ആലിഹി വഅസ്ഹാബി, മൻ അദ്റക അഹദ വാലിദൈഹി ഫമാത്, ഒരാൾ അവന്റെ മാതാപിതാക്കൾപ്പെട്ട ഒരാളെ എത്തിച്ചു. അങ്ങനെ ഫമാത ഫദഖലൻ നാർ, ഈ വ്യക്തി മരിച്ച് അവൻ നരകത്തിൽ പ്രവേശിച്ചു. മാതാപിതാക്കൾ 2 അതെങ്കിൽ 2ൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ജീവിച്ചിരിക്കുന്ന സമയത്തുണ്ടായിരുന്നു. അങ്ങനെ ഈ വ്യക്തി മരിക്കുന്ന സമയത്ത് അവൻ നരകത്തിൽ ചെന്ന് കടന്നാൽ, ഈ മാതാപിതാക്കൾക്ക് ബിർറ് ചെയ്ത് ഗുണങ്ങൾ ചെയ്തിട്ട് അവർ കാരണം അവന് സ്വർഗത്തിലെത്താൻ കഴിയാതെ അവരോട് നന്ദികേട് കാണിച്ച് അവരെ പ്രയാസപ്പെടുത്തി ആ വ്യക്തി നരകത്തിൽ ചെന്ന് കടക്കുകയാണെങ്കിൽ അള്ളാഹു അവന്റെ റഹ്മത്തിൽ നിന്ന് അവനെ ദൂരീകരിക്കട്ടെ. അവന് അവസരം മുതലെടുക്കാൻ കഴിഞ്ഞില്ല. മാതാപിതാക്കൾക്ക് ബിർറ് ചെയ്തിട്ട് ആ അവസരം മുതലെടുത്ത്, 2 മാതാപിതാക്കളുണ്ട്, അല്ലെങ്കിൽ അതിൽപ്പെട്ട ഒരാളുണ്ട്, അവർക്ക് പ്രത്യേകിച്ച് വയസ്സായ വാർദ്ധക്യത്തിന്റെ ബലഹീനതയുടെ സമയത്ത് ഖിദ്മത്തൊക്കെ ചെയ്ത് അവരെ തൃപ്തിപ്പെടുത്തി അവരുടെ ദുആയും അവരുടെ പ്രശംസയൊക്കെ നേടി അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്തായ പ്രതിഫലങ്ങൾ ഈ വ്യക്തിക്ക് നൽകുമായിരുന്നു. പക്ഷെ അത് നേടിയെടുക്കാൻ ഒരാൾക്ക് കഴിയാതെ അവൻ നരകത്തിൽ ചെന്ന് കടന്നു എന്നുണ്ടെങ്കിൽ അള്ളാഹു അവന്റെ റഹ്മത്തിൽ നിന്ന് അവനെ ദൂരീകരിക്കട്ടെ. ഖുൽ ആമീൻ. ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളിലുള്ള റസൂലാണ്, മലക്കുകളിൽപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠനായ മലക്കുമാണ്. അദ്ദേഹം ദുആ ചെയ്യാൻ ആമീൻ പറയുന്നത് മനുഷ്യരിലുള്ള റസൂലായ ഏറ്റവും ശ്രേഷ്ഠരായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുമാണ്. നമ്മളെല്ലാവരും ഒരു ദുആ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ദുആ അല്ലാഹു തആല സ്വീകരിക്കും, അതിന് പ്രതിഫലം തരും എന്നുള്ള പ്രതീക്ഷയോടുകൂടെ നമ്മൾ നിർവഹിക്കുന്നത്. ലഭിക്കും ചെയ്യട്ടെ. ഇവിടെ ദുആ ചെയ്യുന്നത് മലക്കുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠനായ മലക്ക്. ആമീൻ അല്ലാഹുവേ നീ കേട്ട് ഉത്തരം ചെയ്യണമെന്ന് പറയുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ദുആ അല്ലാഹു സ്വീകരിക്കുകയോ ഇല്ലേ? അതിന് അല്ലാഹുവിന്റെ അടുക്കൽ ഇജാബത്ത് ഉണ്ടാകുകയോ ഇല്ലേ? സ്വാഭാവികമായിട്ടും നിങ്ങൾ ആമീൻ എന്ന് പറയും. അപ്പൊ ഖാല, രണ്ടാമത് പറഞ്ഞു, യാ മുഹമ്മദ് മൻ അദ്റക ശഹ്റ റമളാൻ ഫമാത ഫലം യഗ്ഫർ ലഹു ഫഉദ്ഖിലൻ നാർ. റമളാൻ മാസം ഈ ഒരു അവസരം അല്ലാഹു ഒരു വ്യക്തിക്ക് നൽകി. അവൻ ആ പറയുന്ന മാസത്തിൽ ജീവിച്ച് ആഫിയത്തോടുകൂടെ ബുദ്ധിയോടുകൂടെ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബാദത്തും ത്വാഅത്തും ചെയ്യാനുള്ള അവസരമൊക്കെ നൽകിയിട്ട് ആ വ്യക്തിക്ക് ആ മാസത്തിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറി നേടിയെടുക്കാൻ കഴിയാതെ മരിച്ചിട്ട് നരകത്തിൽ ചെന്ന് കടക്കേണ്ട ഗതികേട് വന്നാൽ
അവൻ അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ ദൂരീകരിക്കട്ടെ, ദൂരം പോകട്ടെ, അള്ളാഹുവിനോട് റഹ്മത്ത് ചെയ്യാതിരിക്കട്ടെ, ആമീൻ എന്ന് പറയും. അതേപോലെ പ്രവാചകന്റെ പേര് പറയുന്നത് കേട്ടിട്ട് സ്വലാത്ത് പറയാതെ നിൽക്കുന്നൊരു വ്യക്തിയാണെങ്കിൽ, അങ്ങനെ പിന്നീട് അവൻ നരകത്തിൽ ചെന്ന് പ്രവേശിക്കുകയാണെങ്കിൽ അള്ളാഹു അവനെ റഹ്മത്തിൽ ദൂരെയാക്കട്ടെ എന്ന് പറഞ്ഞു, ആമീൻ. അപ്പോൾ ഇവിടെ ഈ പറയുന്ന മാസം അള്ളാഹു അടിമകളായ ആളുകൾക്ക് നന്മ ചെയ്ത് മുന്നേറാനും തെറ്റുകളും വീഴ്ചകളും സ്വാഭാവികമായിട്ടും മനുഷ്യരായ നമ്മളെടുത്ത് പറ്റുന്നുണ്ടാകും. അതിൽ നിന്ന് പശ്ചാത്തപിച്ച് തൗബ ചെയ്ത് അള്ളാഹുവിൻ്റെ മഗ്ഫിറത്തും അള്ളാഹുവിൽ നിന്നുള്ള റഹ്മത്തും അള്ളാഹുവിൽ നിന്നുള്ള മാപ്പും അഫുവും നരകത്തിൽ നിന്ന് മോചനവും നേടിയെടുക്കാൻ ഒരു വ്യക്തിക്ക് കഴിയാതിരിക്കുക എന്ന് അത്ര വലിയ ഹതഭാഗ്യനാണ് അവൻ. അത്ര വലിയ ഹതഭാഗ്യനാണ് അവൻ. വല്ലാത്തൊരു നഷ്ടം നേടിയെടുത്ത നഷ്ടക്കാരനായ വ്യക്തിയാണ് എന്നാണ് ഈ ഹദീസിൽ കൂടെ പറയുന്നത്. പിന്നെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത മറ്റൊരു ഹദീസിൽ ഇമാം തിർമിദി ഒക്കെ റിപ്പോർട്ട് ചെയ്ത, അൽബാനിയൊക്കെ സഹീഹാണ് എന്ന് പറഞ്ഞ ഹദീസുകളാണ് ഇതൊക്കെ. റഗിമ അൻഫു റജുലിൻ, ഒരു മനുഷ്യന്റെ മൂക്ക് മണ്ണിനോട് ചേരട്ടെ, നിന്ദനാവട്ടെ എന്നാണ് അതിൻ്റെ അർത്ഥം. കേടായ ഒരു പ്രാർത്ഥനയാണ്. ദുഃഖിർത്തു ഇൻദഹു ഫലം യുസല്ലി അലയ്യ, എൻ്റെ പേര് അവൻ്റെ കേൾക്കുന്ന നിലക്ക് പറയപ്പെട്ടൊരു സലാത്ത് പറയാൻ പോലും അവൻ്റെ നാവ് പൊന്തിയില്ല. പ്രവാചകന്റെ പേര് കേട്ടിട്ട് ഒരു സലാത്ത് പറയാൻ പോലും, ആ ഒരു നന്ദി ചെയ്യാൻ പോലും കഴിവില്ലാത്ത, പ്രാപ്തിയില്ലാത്ത, തയ്യാറാവാത്ത വ്യക്തി അവൻ നിന്ദനാവട്ടെ. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് പ്രവാചകൻ ഇത് പറയുന്നത്, അല്ലാതെ കേടായിട്ട് റസൂൽ ഇഷ്ടത്തിനല്ല. അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരമാണ് ഈ പറയുന്ന രണ്ട് റസൂലുകളും, മലക്കളിൽപ്പെട്ട റസൂലും മനുഷ്യരിൽപ്പെട്ട ഈ റസൂലുകളും ഈ ദുആകളൊക്കെ ചെയ്യുന്നത്. അതേപോലെ വറഗിമ അൻഫു റജുലിൻ ദഖല അലൈഹി റമദാനു സുമ്മൻ സലഖ ഖബല അൻ യുഗ്ഫറ ലഹു, റമദാൻ വന്നു, ആ റമദാനോട് പോയും ചെയ്തു, അവൻ്റെ ദോഷങ്ങളും പാപങ്ങളും പൊറുക്കപ്പെടാതെ, എന്നാൽ അവൻ്റെ മൂക്ക് മണ്ണിനോട് ചേരട്ടെ, നിന്ദനായി തീരട്ടെ, ആ മനുഷ്യൻ അവൻ നിന്ദനായി തീരട്ടെ. അതേപോലെ തന്നെ മാതാപിതാക്കൾ പ്രായാധിക്യത്തോടുകൂടെ ഒരാളടുത്തുണ്ടായിട്ട് അവർക്ക് നന്മിങ്കാരും ബിർറും ചെയ്തിട്ട് അവരുടെ പ്രശംസയും അവരുടെ ദുആയും നേടിയെടുത്ത് അവന് രക്ഷപ്പെട്ട് സ്വർഗത്തിലെത്താൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ നിന്ദനും നീചനുമായി തീരട്ടെ. ഇങ്ങനത്തെ ദുആകൾ. അപ്പോൾ ചുരുക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് മാതൃകയാക്കി കാണിച്ചു തന്നതുപോലെ, പ്രേരിപ്പിച്ചതുപോലെ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറും. അതിനുവേണ്ടി അത് വരുന്നതിൻ്റെ മുമ്പ് തന്നെ മാനസികമായൊരു തയ്യാറെടുപ്പ്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനത്തെ ഒരു അവസരം നമുക്ക് നൽകി എന്ന് പറയും മഹത്തായൊരു നിഅമത്താണ്. കയ്യും കണക്കുമില്ലാത്ത നിഅമത്തുകൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അടിമകളായ നമുക്ക് ദിനം പ്രതി ചെയ്തു തരുന്നു. വഇൻ തഉദ്ദു നിഅമത്തല്ലാഹി ലാ തുഹ്സൂഹാ, അള്ളാഹു ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ ഒരാൾ എണ്ണാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ കണക്കാക്കാൻ കഴിയാത്തതാണ്. ദീനിലുമുണ്ട്, ദുന്യാവിലും. സദാസമയവും അള്ളാഹുവിൻ്റെ മഹത്തായ അപാരമായ നിഅമത്തിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കൊക്കെ നമ്മുടെ നാട്ടിൽ മറ്റു പല നാടുകളും മുസ്ലിമീങ്ങൾ ജീവിക്കുന്ന മറ്റ് പല രാജ്യക്കാരെയും അപേക്ഷിച്ചുകൊണ്ട് എത്രയോ സമാധാനത്തിൽ, എത്രയോ സുഭിക്ഷതയിലാണ്, എത്രയോ വിശാലതയിലാണ്. നമ്മൾ ആരോഗ്യത്തോടുകൂടെയാണ്, ആഫിയത്തിലാണ്, സമാധാനത്തിലാണ്, അള്ളാഹുവിൻ്റെ മഹത്തായ ഫദൽ കൊണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വലിയ റമദാനു ശരീഫും അതിൽ ഈ പറയുന്ന സൽക്കർമ്മങ്ങൾ ചെയ്യാനുള്ള തൗഫീഖും, അത് ചെയ്താൽ വമ്പിച്ച പ്രതിഫലങ്ങളും ദോഷങ്ങൾ പുറത്തു തരലും നരകത്തിൽ നിന്ന് മോചിപ്പിക്കലും, ലൈലത്തുൽ ഖദ്ർ പോലത്തെ ഒരൊറ്റ രാത്രിയിൽ 10,000 മാസങ്ങളിലേറുള്ള പ്രതിഫലത്തിൻ്റെ അതുപോലത്തെ പ്രതിഫലങ്ങൾ വലിയ നിഅമത്താണ്. ഇങ്ങനത്തെ ഈ നിഅമത്തിന് അടിമകളായ നമ്മുടെ ഭാഗത്ത് നന്ദിയാണ് വേണ്ടത്. അള്ളാഹുവിനോട് നമ്മൾ നന്ദി ചെയ്യാണ് വേണ്ടത്. ഓരോ നിഅമത്തുകൾക്കും നന്ദിയുള്ള അടിമകളായി മുന്നോട്ട് പോവുകയാണ് സത്യത്തിൽ അടിമകളായ നമ്മുടെ ബാധ്യത. അതാണ് നന്ദി എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അൽ ഇഅ്തിറാഫു ബി ഇൻആമിൽ മുൻഇം, നിഅമത്ത് ചെയ്ത അള്ളാഹുവിൻ്റെ ആ അനുഗ്രഹങ്ങളെ സമ്മതിക്കാൻ തയ്യാറാകുക. അതാണ് നന്ദി എന്ന് പറയാൻ. എന്താ നന്ദി ചെയ്യണം? അല്ലാഹുമ്മ ലക്കൽ ഹംദ്, യാ അല്ലാഹ്, എത്ര വലിയ നിഅമത്തിലാണ് നമ്മൾ. ഈ നിഅമത്ത് ചെയ്തു തന്നത് അള്ളാഹുവാണ് എന്ന് അംഗീകരിക്കാൻ തയ്യാറാകുക. എങ്ങനെ തയ്യാറാകുക? അലാ വജ്ഹിൽ ഖുദൂഇ ലഹു, അള്ളാഹുവിന് താഴ്മയുള്ളവരായ അവസ്ഥയിൽ, വിനയത്തോടെ താഴ്മയോടെ അള്ളാഹു ചെയ്തു തരുന്ന ഈ നിഅമത്തുകളെ അംഗീകരിക്കാൻ തയ്യാറാകുക. അതേപോലെ വദ്ദുല്ലി വൽ മഹബ്ബ, അള്ളാഹുവിനോട് വിനയം കാണിക്കും, അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹം പ്രകടിപ്പിക്കും. ഈ ഒരവസ്ഥയിൽ ഇത് അംഗീകരിക്കാൻ ഒരാൾ തയ്യാറാവണം. ഫമൻ ലം യഅരിഫിൻ നിഅമ, അള്ളാഹു ചെയ്തു തരുന്ന നിഅമത്തുകൾ കയ്യും കണക്കുമില്ലാത്തതുണ്ട്, പക്ഷെ അതൊരാൾക്ക് അറിയണമല്ല. അവൻ വിഡ്ഢിയാണെങ്കിൽ, അതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ തയ്യാറല്ലെങ്കിൽ അവൻ അതിന് നന്ദി ചെയ്യാനും കഴിയൂല, ആ നിഅമത്തുകൾക്ക് നന്ദി ചെയ്യാനും കഴിയൂല. ചുരുക്കത്തിൽ നന്ദി എന്ന് പറയുന്നത് 5 അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴേ പൂർണ്ണമായൊരു നന്ദി അടിമയുടെ ഭാഗത്തുണ്ടാകുള്ളൂ. 5 കാര്യങ്ങൾ പരിഗണിക്കണം നന്ദിയിൽ. ഏറ്റവും ആദ്യം നന്ദി ചെയ്യപ്പെടുന്നവനായ, അതിനർഹനായ അള്ളാഹുവിനോട് ഈ അടിമ വിനയം കാണിക്കണം, താഴ്മ കാണിക്കണം. അള്ളാഹുവിനോടുള്ള അങ്ങേയറ്റത്തെ സ്നേഹം പ്രകടിപ്പിക്കണം.
ഈ നിഅമത്ത് അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്ന് മാത്രമാണ് എന്ന് അംഗീകരിക്കാൻ തയ്യാറാവണം. അതോടുകൂടെ അള്ളാഹുവിനെ പ്രശംസിച്ചുകൊണ്ടുള്ള വചനങ്ങൾ, ഹംദിൻ്റെയും സനാഇൻ്റെയും പ്രശംസയുടെയും വചനങ്ങൾ അവൻ്റെ നാവിൽ കൂടെ വരണം. അള്ളാഹു വെറുപ്പുള്ള ഒരു മാർഗത്തിലും ആ നിഅമത്തുകൾ ഉപയോഗപ്പെടുത്താനും പാടില്ല. അള്ളാഹുവിന് വെറുപ്പുള്ള ഒരു മാർഗത്തിലും ഒരു വഴിക്കും അത് ഒരാൾ ഉപയോഗപ്പെടുത്താനും പാടില്ല. ഈ 5 കാര്യങ്ങൾ ഒരാൾ പൂർണ്ണമാക്കിയാലേ യഥാർത്ഥ ഷാക്കിർ, ഷക്കൂർ, ശുക്ർ എന്ന് പറയുന്ന ആ ഇബാദത്ത് ഒരാൾ നിർവഹിച്ചാനാവുള്ളൂ. ഏറ്റവും ആദ്യം അള്ളാഹുവിനോടുള്ള താഴ്മയും വിനയവും പ്രകടിപ്പിക്കണം. രണ്ടാമത് അള്ളാഹുവിനോടുള്ള അപാരമായ ഏറ്റവും അങ്ങേയറ്റത്തെ സ്നേഹം പ്രകടിപ്പിക്കണം. ഈ നിഅമത്ത് അള്ളാഹുവിൽ നിന്ന് മാത്രമാണ് എന്ന് അംഗീകരിക്കാൻ തയ്യാറാണ്. എൻ്റെ ഐഡിയ കൊണ്ടും എൻ്റെ യുക്തി കൊണ്ടും എൻ്റെ സാമർഥ്യം കൊണ്ടും എൻ്റെ അഡ്ജസ്റ്റ് കൊണ്ടും എൻ്റെ സോപ്പിംഗ് കൊണ്ടും ഇല്ല, അള്ളാഹുവിൽ നിന്ന് മാത്രമാണ്. അതേപോലെ അള്ളാഹുവിനോട് ഹംദും സനാഉം, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീ, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനാ വസഖാനാ വകഫാനാ വആവാനാ, അൽഹംദുലില്ലാഹി അല്ലദീ അത്അമനി ഹാദാ വറസഖനി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. ഒരു കഴിവും എൻ്റെ ഭാഗത്തിൽ ഒരു സംവിധാനവും ഇല്ലാതെ, അല്ലാതെ ഞാൻ കച്ചവടം ചെയ്തിട്ട്, ഞാൻ ജോലി ചെയ്തിട്ട്, ഞാൻ അവിടെ ചെന്നിട്ട് ഇതൊന്നുമല്ല. മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ, എൻ്റെ ഭാഗത്ത് ഒരു കഴിവും ഒരു പ്രാപ്തിയും ഒരു സംവിധാനം ഇല്ലാതെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്കിത് നൽകിയെന്നുള്ളതാണ്. അള്ളാഹുവിനെ സനാ ചെയ്യണം. വഅല്ലാ യസ്തഅമിലഹാ ഫീമാ യക്റഹ്, അള്ളാഹ് വെറുപ്പുള്ള ഒരു ഭാഗത്തും അവൻ ചെയ്തു തന്ന ഒരു നിഅമത്ത് ഉപയോഗിക്കാൻ പാടില്ല. അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ മാത്രം, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ മാത്രം. ഈ കാര്യങ്ങൾ ഒരാൾ പൂർത്തിയാക്കിയാലാണ് യഥാർത്ഥ ശുക്ർ അവൻ്റെ അടുത്തുണ്ടാവുകയുള്ളൂ. മഹത്തായ ആ ശുക്ർ ചെയ്ത അടിമകളുടെ കൂട്ടത്തിൽ അവൻ പെടുകയും ഉള്ളൂ. ഇതിൽപ്പെട്ട ഏതെങ്കിലും ഒന്നിൽ വീഴ്ച വരുത്തിയാൽ അവൻ്റെ ശുക്രിൽ അതിനനുസരിച്ച് വീഴ്ചയും കുറവും പോരായ്മയും ഉണ്ടാകും. അവൻ്റെ അടുത്ത് അതിലുള്ള കുറവും പോരായ്മകളും ഉണ്ടാകും. അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ കുറിച്ച് കൃത്യമായി അറിയുകയും ശരിയായ ബോധത്തോടുകൂടെ ജീവിക്കുകയും ചെയ്യുന്ന അടിമകൾക്ക് മാത്രമേ ഈ നിലക്ക് അള്ളാഹുവിന് ശുക്ർ ചെയ്യാൻ കഴിയുകയുമുള്ളൂ. അശ്രദ്ധയോടുകൂടെ, അതല്ലെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് വ്യക്തമായ അറിവും ബോധമില്ലാതെ ജീവിക്കുന്ന ആളുകൾ അവൻ്റെ അപാരമായ കയ്യും കണക്കുമില്ലാത്ത നിഅമത്തുകൾ അവർ ആസ്വദിക്കുന്നു, ഉപയോഗിക്കുന്നുണ്ടാകും, അനുഭവിക്കുന്നുണ്ടാകും. പക്ഷേ അവരുടെ ഭാഗത്തിൽ അതിന് നന്ദി ഉണ്ടാവുകയില്ല എന്ന് മാത്രമല്ല, നന്ദികേട് ധാരാളം ഉണ്ടാവുകയും ചെയ്യും. മുഅ്മിനായ അടിമകൾ അതുകൊണ്ട് തന്നെ മഹത്തായ മാസത്തിൽ ഇങ്ങനത്തെ ഈ അവസരങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയതിൽ കൃത്യമായി അതിനെക്കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി അള്ളാഹുവിനോടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് അവൻ ഇഷ്ടപ്പെടുന്ന ത്വാഅത്തുകളിൽ മുന്നേറിക്കൊണ്ട് നേടിയെടുക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്. റമദാൻ മാസം എന്ന് പറയുന്നത് അള്ളാഹുവിൽ നിന്ന് അവൻ്റെ അടിമകളായ ആളുകൾക്കുള്ള മഹത്തായ ഒരു ഔദാര്യമാണ്. വഹിബത്തുൻ റബ്ബാനിയത്തുൽ ലിൽ ഇബാദ്, അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ള ഒരു ദാനമാണ്. സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട്, തെറ്റുകളും കുറ്റങ്ങളും പാപങ്ങളും അതിൽ പശ്ചാത്തപിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് മുന്നേറാൻ വേണ്ടി അത് ആ നിലക്ക് തന്നെ നേടിയെടുക്കാൻ തയ്യാറാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആ, ഈ മാസത്തിൽ പാപങ്ങൾ പൊറുക്കപ്പെട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കഴിയാതെ നരകത്തിൽ ഒരാൾ ചെന്നു ചാടുകയാണെങ്കിൽ അള്ളാഹുവിൻ്റെ ശാപം അവനുണ്ടായിരിക്കട്ടെ, അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് അവനെ ദൂരീകരിക്കട്ടെ, അവൻ്റെ മൂക്ക് മണ്ണിൽ കുത്തി അവൻ നിന്ദ്യനാവട്ടെ എന്ന് പറഞ്ഞ ആ പ്രാർത്ഥനകൾ, ശാപ പ്രാർത്ഥനകൾ ഒരിക്കലും നമ്മളിലേക്ക് തിരിയാതെ വരാതെ നിൽക്കാൻ നാം ശ്രദ്ധിക്കണം. അള്ളാഹു തന്ന അവസരം അത് നല്ല നിലക്ക് ഉപയോഗപ്പെടുത്തി പരിശുദ്ധമായ ഖുർആൻ അതിൽ ധാരാളം പാരായണം ചെയ്യാനും അതിൻ്റെ അർത്ഥങ്ങളും ആശയങ്ങളും മനസ്സിലാക്കാനും ആ ഖുർആനിനനുസരിച്ച് ജീവിതം ചിട്ടപ്പെടുത്താനുള്ള ഒരു സാഹചര്യം, സൗകര്യം ഈ മാസത്തിൽ നേടിയെടുക്കാനും നമ്മൾ തയ്യാറാവുക. ലഅല്ലക്കും തത്തഖൂൻ വലഅല്ലക്കും തഷ്കുറൂൻ ലഅല്ലഹും യർഷുദൂൻ. നോമ്പിനെ കുറിച്ച് സൂറത്തുൽ ബഖറയിൽ പറഞ്ഞ 3 ആയത്തുകളാണ്. ആ ആയത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവസാനിപ്പിക്കുന്നത് ഈ പറയുന്ന ഉദ്ദേശ ലക്ഷ്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ്. നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയ ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാവാൻ വേണ്ടിയിട്ടാണ്. വലഅല്ലഹും യഷ്കുറൂൻ, അവർ വലഅല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ള അടിമകളാവാൻ വേണ്ടിയിട്ടാണ്. വലഅല്ലഹും യർഷുദൂൻ, അവർ വിവേകവും ഹിദായത്തും ലഭിച്ച് നേടിയെടുക്കുന്ന, അത് സിദ്ധിച്ച അടിമകളാവാൻ വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ അധ്യാപനങ്ങൾ, ഈ നിയമങ്ങൾ, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് നിർബന്ധമാക്കി
തന്നത് എന്നുള്ള. ഞാൻ ഷെയ്ഖ് യഹ്യൽ ഹദ്ദാദി ഹഫിളഹുല്ല, അബ്ദുർ റസാഖുൽ ബദർ, ഈ രണ്ട് പണ്ഡിതന്മാരുടെ ഖുത്ബയിലും അവരുടെ മുഹാദറുകളിലെ പുസ്തകം കുറച്ച് ഭാഗങ്ങളാണ് പറഞ്ഞത്. നോമ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ചുകൂടി കാര്യങ്ങൾ ഇതിൽ പറയാനുണ്ട്. ഇനി അവസരങ്ങളോ സമയങ്ങളോ അള്ളാഹു നമുക്ക് നൽകുകയാണെങ്കിൽ പിന്നീട് നോക്കാം. ഇത്രയും പറഞ്ഞുകൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുകയാണ്, അവസാനിപ്പിക്കുകയാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല മഹത്തായി മാസത്തിന് അവൻ ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണോ നമുക്ക് നിശ്ചയിച്ച് തന്നത്, തീരുമാനിച്ച് കണക്കാക്കിയത്, ആ നിലക്ക് അർഹിക്കുന്ന നിലക്ക് അതിനെ നേടിയെടുക്കാൻ, അതിൽ സൽക്കർമ്മങ്ങളിൽ മുന്നേറാൻ, പാപങ്ങളും ദോഷങ്ങളും പൊറുക്കപ്പെട്ട് അള്ളാഹുവിൻ്റെ മാപ്പും റഹ്മത്തും നരകത്തിൽ നിന്ന് മോചനവും കരസ്ഥമാക്കി അർഹിക്കുന്ന നിലക്ക് അതിലും മുത്തഖീങ്ങളായി തഖ്വയും നന്ദിയും അതേപോലെ ഹിദായത്തും നേടിയ അടിമകളായി ജീവിതത്തിൽ ആസകലം അതിൻ്റെ ഫലനങ്ങളും ചലനങ്ങളും ഉള്ളവരായി മുന്നോട്ട് പോകാൻ തൗഫീഖ് നൽകുമാറാവട്ടെ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത